Hello everyone, good evening. Welcome back to War Room once again. ഇന്ന് സ്ക്രീൻ കണ്ട അറിയാം, ഫുൾ പാനൽ, ഫുൾ ഹൗസ്, ഫുൾ ഹൗസ് എന്താന്ന് പറയല്, ഫുൾ ടീം ഇൻ ദ ബിൽഡിംഗ് നോ, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടീം ഓഫ് ദ സീസൺ ചെയ്യണമെന്ന് കുറച്ചായി വിചാരിക്കുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ്. അപ്പോൾ താങ്ക് യു എവ്രി വൺ ഫോർ വെയിറ്റിംഗ്. സോറി ലൈക്ക് എവറി ഡേ കുറച്ച് ആൾക്കാർ ലേറ്റ് ആയി, പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. വെൽക്കം ജീവൻ, ആർസണൽ ഫാൻ. വെൽക്കം അഭിഷേക്, മാൻ സിറ്റി ഫാൻ. Hazil, United fan, and Nazib Ali, Liverpool fan. How are you all? Sharale, okay alle? Sugam. Okay. അപ്പോൾ നമ്മൾ എന്താ പറയുക, അധികം ലേറ്റ് ആക്കണം, നമ്മൾ ഡിസ്കഷനിലേക്ക് പെട്ടെന്ന് വരാമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി പ്രീമിയർ ലീഗ് സീസൺ ഈസ് കമ്മിങ് ടു ആൻ എൻഡ് അല്ലേ? ഇറ്റ്സ് ദ ഫൈനൽ. ഒറ്റ വീക്കെൻഡ് കൂടി അല്ലല്ലോ ഈ വരുന്ന വീക്കെൻഡോട് കൂടിയിട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ചെൽസിക്ക് ഒരു കളിന്റെ ഇടയിലുണ്ട്, ചെൽസി യുണൈറ്റഡ് ഒന്ന് അതെന്റെ അഭിപ്രായത്തിൽ അങ്ങ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ. രണ്ടാളും കൂടി ഒരു കത്തൊക്കെ കൊടുത്തിട്ട് വെറുതെ എന്തിനാണ് അങ്ങനെ ഒരു കളി, എനിക്ക് മനസ്സിലാവും. നമുക്കറിയാം എന്താകുമെന്ന്, നമുക്കറിയാം അത്. ഇനിയിപ്പോ അങ്ങനെ നോക്കി വെക്കുന്നത് നമ്മളതെന്നോ വിട്ടതാണ് ബോസേ. ന്യൂകാസിൽ ഉറപ്പിച്ചല്ലോ, ന്യൂകാസിൽ നോക്കി നിൽക്കുന്നത്. ന്യൂകാസിൽ ഇന്നലെ 70 പോയിന്റ്സ് ആയി. ഒരു തേർഡ് പൊസിഷൻ ഇപ്പൊ ഓക്കെയാണ്. അല്ലല്ല, യുണൈറ്റഡ് നെക്സ്റ്റ് 2 ഗെയിംസ് ജയിക്കുവാണെങ്കിൽ ടോപ്പ് 4 എന്തായാലും ഉണ്ടാവും. ശരിയാ, കാരണം തേർഡ് ഞാൻ ഉദ്ദേശിച്ചപ്പോ അടുത്ത മാച്ച് എന്തായാലും ചെൽസി ആയിട്ട് ഡ്രോ ആവും. പിന്നെ ലാസ്റ്റ് മാച്ചിൽ തേർഡും പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓ അങ്ങനെ ശരിയാ. ഈ ലിവർപൂളിന് ഇനിയൊരു സാധ്യത ഉണ്ടല്ലോ, അതിനോട് വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഞാൻ പോലെ യൂറോപ്യൻ ലീഗിലേക്ക് കണ്ട് ഞങ്ങള് ആകെ ഒരു സാധ്യത പവാസെ, ആകെ ഒരു സാധ്യത എന്താ അറിയോ? ചെൽസി ആയിട്ട് യുണൈറ്റഡ് തോൽക്കുന്നു, അത് കഴിഞ്ഞ് സെക്കൻഡ് ലാസ്റ്റ് മാച്ച് യുണൈറ്റഡ് തോൽക്കുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ മാത്രം പോലെ എന്നിട്ട് സദാന്തര മാച്ച് ഞങ്ങൾ ജയിക്കണം. ഇതൊക്കെ സംഭവിച്ചു യുണൈറ്റഡ്, അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. യുണൈറ്റഡ് വരുന്ന 2 കളി തോറ്റ്, ഫുള്ളാമിനോടും തോറ്റ്, ചെൽസിനോടും തോറ്റ്, ഞങ്ങള് സദാന്തരോട് വേണ്ടി തോറ്റ്. പറയാൻ പറ്റൂലോ, വെരി മച്ച് പോസിബിൾ ആണ്. അതെ, സദാന്തരം സംബന്ധിച്ചോളം ഇനി ഒരു പ്രശ്നമില്ല, ഒന്നുമില്ലല്ലോ. അവർക്ക് ഇറങ്ങി അങ്ങനെ കളിച്ചാ മതില്ലേ. എന്താ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഞാൻ പറയുന്നത്. അപ്പോ എന്താ പറയാ, നമ്മള് ടോപ്പിക്കിലേക്ക് വരിക. ടീം ഓഫ് ദ സീസൺ അല്ലേ? ഒബ്വിയസ്ലി എന്താണ് ഇപ്പോ, എന്താ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊന്നും ഇല്ല ഞാൻ നോക്കിയിട്ട്. ഏറെക്കുറെ അല്ലെ ക്ലിയർ ആണ് ഞാൻ നോക്കിയിട്ട് അല്ലെ. എന്നാലും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ നമുക്കിടയിൽ വരുമ്പോ ഉണ്ടാവോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഒരു 15 പ്ലേയേഴ്സ് ക്ലിയർ ആയിരിക്കും, കോമൺ ആയിരിക്കും എല്ലാവർക്കും. അതെ അതാണ് ഞാൻ പറഞ്ഞു. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മളിതിലില്ല, മാറി നിന്ന് കണ്ടാ മതി. ആരാ പറഞ്ഞ? ഞാനിന്ന് 2 ചെൽസി പ്ലേയേഴ്സിനെ ഇട്ടു, കളിക്കുക ഞാൻ ഇട്ടു. ആരൊക്കെ എന്തോ പറയാൻ നോക്കമ്മളെ എന്ത് പറയും നോക്ക്. നമ്മളെ ഫാൻസ് ഒക്കെ നമ്മളെ ഫാൻസ് അല്ല, നമ്മളെ ചാനലിലെ ഫാൻസ് ഒക്കെ വാണ്ടായിക്കൊക്കെ പിന്നില്ലാതെ എങ്ങനെയാടോ എന്ത് പറയുന്നത്. Okay, so the team of the season, Chelsea showed how to turn. Okay, guys. Chelsea showed how to turn 600 million into a complete ash without big product. Byproduct. അതെ, ഹീസ് റൈറ്റ്. ഞാൻ എതിരഭിപ്രായമൊന്നുമില്ല. അപ്പൊ നമ്മള് ഗോൾ കീപ്പറിലേക്ക് വരില്ലേ, നമ്മൾ തുടങ്ങുക. അധികം സംസാരിച്ചാൽ 1 ഹവറിന് മുമ്പ് നമ്മൾ 1 ഹവറിന് ഉള്ളിൽ തീർക്കൂട്ടോ. അതാണ് നമ്മളെ ടാർഗറ്റ്, അതാണ്. അപ്പോ ഒബ്വിയസ്ലി ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഗോൾ കീപ്പിംഗ് പൊസിഷൻ അല്ലേ. ഞാൻ ജീവനിലേക്ക് വരികയാണെങ്കിൽ, ജീവൻ, ഹു ഡു യു തിങ്ക് ഡിസേർവ് ടു ബി ദ ഗോൾ കീപ്പർ ഓഫ് ദ സീസൺ 2022-23 പ്രീമിയർ ലീഗ്? ഓക്കെ, നമുക്കൊരു എന്റെ ഒരു 3 പ്ലെയർ ഷോർട്ട് ലിസ്റ്റിലുള്ള പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഗോൾഡൻ ഗ്ലൗവ് കിട്ടിയ ഡിഹേക്ക് ഒരു ഹോണറബിൾ മെൻഷൻ, ബിക്കോസ്
he was actually very good. നമുക്കറിയാം he is actually a very good shot stopper. എല്ലാ ട്രൈറ്റ്സും കാണിക്കുന്നുണ്ട്. ബട്ട് കുറെ ബ്ലണ്ടേഴ്സ് ഈ സീസൺ ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി എല്ലാ ഗോൾ കീപ്പേഴ്സിനും ഉണ്ടാകുന്നത് പോലെ ആ ഒരു ഡിഫൻസിൽ നമുക്കറിയാം മാൻ യുണൈറ്റഡിന്റെ ഡിഫൻസിൽ ആൻഡ് ജനുവരി കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ലിസാൻഡ്രോ മാർട്ടിനസ് കളിച്ചിട്ടില്ല. സോ ഒബ്വിയസ്ലി ആ ഒരു പ്രഷറിൽ പോലും ഹി ആക്ച്വലി കെപ് ദാറ്റ് ഗോൾഡൻ ഗ്ലോ ഒബ്വിയസ്ലി. സോ അതിൽ ഒരു ഹോണറബിൾ മെൻഷൻ ഫോർ ഹിം. എന്റെ ഒരു തേർഡ് ചോയ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡേവിഡ് റായ ഫ്രം ബ്രെൻഫോർഡ്. വെരി ഗുഡ് ഗോൾ കീപ്പർ, good in both distribution and short stopping. And either I'll put Aaron Ramsdale or I'll start Alisson because എനിക്ക് ഫോർ ആരൻ റാംസ്ഡേൽ ഞാൻ പറയുന്നത് സിൻസ് ദാറ്റ് വെസ്റ്റ് ഹാം ഗെയിം ഇല്ലെങ്കിൽ ലിവർപൂൾ എവേ ഗെയിം ആരൻ റാംസ്ഡേൽ ആണ് ആർസണലിന്റെ മാൻ ഓഫ് ദ മാച്ച് കമ്മിങ് എവറി ഗെയിം. ആക്ച്വലി സ്പേഴ്സിന്റെ എവേ മാച്ചിൽ ആർസണലിന്റെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പൊ സ്പേഴ്സിൽ പോയി ആരൺ റാംസ്ഡേൽ ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച്. ഈവൻ ദോ വി വൺ 3-0 or something, റാംസ്ഡേൽ വാസ് ദ മാൻ ഓഫ് ദ മാച്ച്. ആൻഫീൽഡിൽ ആരൺ റാംസ്ഡേൽ വാസ് മാൻ ഓഫ് ദ മാച്ച്. So I think if it wasn't for Aaron Ramsdale, we would have lost a lot of points as well, especially without Saliba maybe for the quarter of the season. So our relegation spot in the start team. So for me, Aaron Ramsdale have done a better job. But what Alisson has done is tremendous. എന്താ പറയാ, ആ ഒരു ഡിഫൻസിൽ ഒരു ഷേക്കി ഡിഫൻസിൽ when you actually count 3 players in defense for them, because obviously നമുക്ക് ട്രെൻഡിനെ വി ആർ നോട്ട് കൗണ്ടിങ് ഹിം ഇൻ ഡിഫൻസ് ആക്ച്വലി. സോ ബാക്കിയുള്ള 3 players വെച്ച് ആലിസൺ ഹവ് ഡൺ എ ഗ്രേറ്റ് ജോബ് ആക്ച്വലി. ഡിസ്ട്രിബ്യൂഷനിലാണേലും ഷോർട്ട് സ്റ്റോപ്പിംഗിലായാലും ആലിസൺ ഹവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. സോ ഫോർ മീ ഇറ്റ്സ് ഐദർ ആരൺ റാംസ്ഡേൽ ഓർ ആലിസൺ ബക്കർ. Okay, good explanation, good choices. Abhishek, City fan, എന്താണ്? ലൈക്ക് ആലിസന്റെ സീസൺ ഐ റേറ്റഡ് റിയലി ഹൈ. പക്ഷേ ഐ തിങ്ക് എനിക്കിപ്പോൾ ഈ 3-man ഷോർട്ട് ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഐ തിങ്ക് ആലിസൺ, റാംസ്ഡേൽ ആൻഡ് നിക് പോപ്പ് ഹാസ് ബീൻ ബ്രില്യൻ ദിസ് സീസൺ. ആൾക്ക് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ഫോർ ന്യൂകാസിൽ ദിസ് സീസൺ. സോ ജസ്റ്റ് ഒരു ഓവറോൾ ടീമിന്റെ അച്ചീവ്മെന്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എക്സെപ്റ്റ് ഫോർ ആർസണൽ ഐ തിങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് റാംസ്ഡേൽ ടോപ്പ് സെറ്റ്. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ഐ ഗോ ഫോർ നിക് പോപ്പ്. ഐ തിങ്ക് ഹീസ് ബീൻ എക്സെപ്ഷണൽ ദിസ് സീസൺ. ഇനി നെക്സ്റ്റ് സീസൺ അതേപോലെ പെർഫോം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് വിത്ത് റാംസ്ഡേൽ ഐ എം ഷുവർ ലൈക്ക് ഇൻ 2 to 3 years he will be the best keeper in the league. So അതിലെനിക്ക് വലിയ ഡൗട്ടൊന്നുമില്ല. One of the best keepers in the league. So I'll go with Nick Pope. ഞാൻ നിക് പോപ്പിനെ മെൻഷൻ ചെയ്യാതിരുന്ന ഒരു കാര്യം കൂടെ പറയാം. ഐ തിങ്ക് നിക് പോപ്പ് കോസ്റ്റഡ് ന്യൂ കാസിൽ ദാറ്റ് കാരബാവ് കപ്പ് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അഗെയിൻസ്റ്റ് ലിവർപൂൾ ആ ഡിസിഷൻ മേക്കിംഗ് വാസ് സോ സ്റ്റുപ്പിഡ്. സോ നിക് പോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി കാരബാവ് കപ്പിൽ ന്യൂ കാസിൽ കുറച്ചുകൂടി ഇതായിരുന്നു. സോ അതാണ് ഞാൻ പോപ്പിനെ ഒഴിവാക്കിയ ഒരു റീസൺ ജസ്റ്റ് പറയാറ്. ജസ്റ്റ് വൺ മിസ്റ്റേക്ക് അല്ലേ നമുക്ക് അതൊന്ന് കൺസിഡറിങ് ഹിസ് എൻറ്റയർ സീസൺ അതൊന്ന് കൊടുക്കാൻ പറ്റണത് തന്നെയാണ്. Can we all agree that Newcastle overachieved this season? Definitely. Yeah. Cool. Obviously. Like, overachieved like for the normal Premier League season ആണെന്നുണ്ടെങ്കിൽ I think they overachieved. പക്ഷേ ഈ സീസൺ ലിവർപൂൾ, ചെൽസി, യുണൈറ്റഡ് എല്ലാവരും I think ഞാനും അതന്നെ പറയാൻ വിചാരിച്ചു. കൺസീഡ് ചെയ്തിരിക്കുന്ന ഗോൾസും കൂടെ നമ്മൾ നോക്കണം. ന്യൂകാസിൽ കൺസീഡ് ചെയ്തിരിക്കുന്ന ഗോൾസ് ആക്ച്വലി they haven't conceded much, plus they haven't lost much games. Most of the games അവരുടെ ഡ്രോ ആണ്. They actually lost less games than Arsenal, but they drew like 13 or some games. അതാണ് ആക്ച്വലി ഞാൻ പറയുന്ന ഒരു മേജർ പോയിന്റ്. സോ they actually done, അവരുടെ ഡിഫൻസ് ആക്ച്വലി നല്ലപോലെ ഇംപ്രൂവ് ആയിട്ടുണ്ട്. സോ ചെൽസി ഡ്രോപ്പ് ഓഫ് ഉണ്ട്, ഒബ്വിയസ്ലി ബാക്കി ടീംസിന് ഡ്രോപ്പ് ഓഫ് ഉണ്ട്. ബട്ട് എനിക്ക് ഫോർ മീ ദേ ആർ ദി ഓവർ അച്ചീവേഴ്സ്. ഓക്കെ, ഹാസിലിന്റെ ഗോൾ കീപ്പർ ആരാണ്? ഫസ്റ്റ് 3 ചോയ്സസ് ഞാൻ മനസ്സിൽ കണ്ടിരുന്നത് അഭിഷേക് പറഞ്ഞ ചോയ്സസ് തന്നെയാണ്. അലിസൺ, റാംസ്ഡേൽ, പോപ്പ്. ഇതിൽ ഞാൻ എന്റെ പേഴ്സണലി ഞാൻ ഈ ഒരു സീസണിൽ വെച്ചിട്ട് ഞാൻ എന്റെ ഒരു ടീം ഓഫ് ദി ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുക റാംസ്ഡേലിനാണ്. ഐ റിയലി റേറ്റ്. ഗ്രൂപ്പിൽ അതേ പറയുന്ന ഒരു കാര്യമാണല്ലോ ആർസണലിന്റെ ഇതിൽ. എനിക്ക് ആർസണലിന്റെ ബെസ്റ്റ് പ്ലെയർ ദി സീസൺ ഹാസിലി എപ്പോഴും മെൻഷൻ ചെയ്യുന്ന പ്ലെയർ റാംസ്ഡേലാണ്.
എന്തോ ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ വോയിസ് ഹാസിലെ. നസീബിലേക്ക് വരികയാണെങ്കിൽ നസീബിന്റെ ചോയ്സ് എന്താണ് നസീബെ? ഗോൾ കീപ്പർ. ഇന്റെ ടോപ്പ് 3 ചോയ്സസ് അഭിഷേകും ആസിലും പറഞ്ഞ അതേപോലെ തന്നെയാണ്. പിന്നെ അതില് പിന്നെ റാംസ്ഡെയിൽ വേഴ്സസ് അലിസൺ ആണ് പിന്നെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്കുള്ള കാര്യമായിട്ടുള്ള മത്സരം. ബട്ട് ഐ വുഡ് റേറ്റ് അലിസൺ ഓവർ റാംസ്ഡെയിൽ. കാരണം ഇപ്പൊ ഇങ്ങനത്തെ ഒരു സീസണിലാണെങ്കിൽ പോലും നമ്പർ ഓഫ് സെക്കൻഡ് മോസ്റ്റ് ക്ലീൻ ഷീറ്റ്സ് ഉണ്ട്. പിന്നെ പ്ലെയർ ഓഫ് ദ സീസൺ ലിവർപൂൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നോബഡി എൽസ് ഡിസേർവ്സ് ഇറ്റ് ദാൻ അലിസൺ. പിന്നെ വേറെ പോയിന്റ് എന്നുള്ളാല് ലിവർപൂളിന് ഒരു പ്ലെയറെ പിന്നെ ഈ സ്ഥാനത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻ എന്റെ മനസ്സിലുള്ളൂ, ഒന്ന് സാല അല്ലെങ്കിൽ അലിസൺ. അപ്പൊ അങ്ങനത്തെ കുറച്ച് റീസൺസ് ഒക്കെ കൂടി ഉള്ളതുകൊണ്ട് ഐ വുഡ് പ്രിഫർ അലിസൺ ടു ബി ദ സ്റ്റാർട്ടർ. നോബഡി എൽസ് ഡിസേർവ്സ്. നസീബ് ലിവർപൂള് പിന്നെ പ്ലെയർ ഓഫ് ദ ഇയർ സീസൺ അവാർഡ്സ് ഉണ്ടാവുമല്ലോ സീസൺ എൻഡില്. അത് സാധാരണ എല്ലാ ക്ലബ്ബും വെക്കുന്നതാണ്. ലിവർപൂൾ വെക്കുന്നുണ്ടോ സീസണിൽ? ചെൽസി അത് വെക്കുന്നില്ല. യു നോ ദ റീസൺ റൈറ്റ്? അപ്പൊ ഞാൻ എന്നോട് ചോദിക്കാണ്, കഴിഞ്ഞ സീസണിൽ യുണൈറ്റഡും വെച്ചിട്ടില്ല ഒന്ന്. ലിവർപൂളിന്റെ ഞങ്ങള് ചിലപ്പോ വെച്ചുകൂടായിരുന്നില്ല. കാരണം ക്ലോപ്പിന് അങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണല്ലോ. അതായത് ഇപ്പൊ എത്ര അണ്ടർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ ഒരു മോട്ടിവേഷൻ ഫാക്ടർ ആണെന്നുള്ള സാധനമൊക്കെ കാണുന്നതായിരിക്കും. പിന്നെ ഒന്നുമില്ലെങ്കിൽ യൂറോപ്പ് ഉണ്ടല്ലോ. ഓക്കെ ഗോട്ട് ഇറ്റ്. നസീബൽ ഓക്കെ, ഞാൻ എന്റേത് പറയാം. എന്റേത് സത്യം പറഞ്ഞാൽ ഐ ഗോ ഫോർ റാംസ്ഡെയിൽ. ആക്ച്വലി ഐ വാസ് വെരി ഇംപ്രസ്ഡ് വിത്ത് റാംസ്ഡെയിൽ. ഈവൻ ദോ ഞാൻ ഒന്നാമത്തെ റാംസ്ഡെയിലിനെ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓനെ 30 മില്യൺ ആർസണൽ സൈൻ ചെയ്തപ്പോൾ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തതല്ല, ബട്ട് ഐ വാസ് ലൈക്ക് വാട്ട്, ഐ വാസ് ഇംപ്രസ്ഡ്. മേ ബി ഐ ഡിഡ്ന്റ് വാച്ച് ഹിം അല്ലേ. ആ ഒരു സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു റാംസ്ഡെയിലിനെ കുറിച്ച് ഒരുപാട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഹി പ്രൂവ്ഡ് മീ റോങ്. അങ്ങനെ ഉണ്ടല്ലോ ആ ഒരു സെൻസിലും. പിന്നെ ഈ സീസണിൽ ഒബ്വിയസ്ലി ദർ വെർ മെനി മാച്ചസ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ കണ്ടെടുത്തോളം റാംസ്ഡെയിൽ ഹീസ് എന്താ പറയാ ബോഡി റിഫ്ലെക്സസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഹീസ് ഗോയിങ് ടു ബി absolutely top class in couple seasons. പിന്നെ ഒബ്വിയസ്ലി ആർസണലിന്റെ പൊസിഷൻ ഇൻ ടേബിൾ അതാണ് വേറൊരു റീസൺ. അപ്പൊ റാംസ്ഡെയിലും പിന്നെ ആലിസൺ ആൻഡ് പോപ്പ്, that's my first three. ഞാൻ നസീബ് എന്ന് തുടങ്ങുകയാണെങ്കിൽ ഫുൾ ബാക്സ്, റൈറ്റ് ബാക്ക് ആൻഡ് ലെഫ്റ്റ് ബാക്ക്, who are you going for? റൈറ്റ് ബാക്ക് എന്താ പറയാ എനിക്ക് ചോദിച്ചാല് റൈറ്റ് ബാക്ക് സത്യം പറഞ്ഞ ഈ സീസണിൽ എനിക്ക് ഈ സീസണില് ബുദ്ധിമുട്ടുള്ള ഒരു ഓപ്ഷൻ വിങ് ബാക്ക് ആണ്. റൈറ്റ് ബാക്ക് ട്രിപ്പിയർ വേറെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ആദ്യം ഫോർമേഷൻ സെറ്റ് ചെയ്യാം. 4-3-3 അല്ലേ? 4-3-3 അല്ലേ നോക്കുന്നത്? 4-3-3 4-2-3-ഓ 4-2-3-1 ഏതാന്ന് വെച്ചാൽ നിങ്ങളെ പ്രിഫറൻസ് കൂടുതൽ 4-3-3 നോക്കാം. അതല്ലേ I would prefer 4-3-3. 4-3-3 നോക്കാം. ഓക്കെ, ഒരു DMF-ഉം 2 നമ്പർ 8-സും 2 ഫോർവേഡ്സും ഒരു സ്ട്രൈക്കറും അല്ലേ? അതെ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു റൈറ്റ് ബാക്കില് 2 മേജർ ഷൗട്ട് ഔട്ട് ഷിൽ ബി കൈൽ വോക്കർ ആൻഡ് കീറൻ ട്രിപ്പിയർ. ബിക്കോസ് വോക്കർ, എനിക്കറിയാം വോക്കർ ഒബ്വിയസ്ലി ഇഞ്ചേർഡ് ആയിരുന്നു, ഐ വിൽ സേ ദാറ്റ്. ബട്ട് വോക്കർ അത് കഴിഞ്ഞിട്ട് ഇഞ്ചേർഡ് അല്ല, ഹി വാസ് അണ്ടർ പെർഫോമിംഗ്. ആള് ഭയങ്കര ഫോം ഔട്ട് ആയിരുന്നു. അതെ, ബട്ട് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ വാസ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പോ ഇല്ലെങ്കിൽ വാട്ട് വോക്കർ ഈസ് ആക്ച്വലി ഡൂയിങ് റൈറ്റ് നൗ. മേജർ മേ ബി ഒരു ഷൗട്ട് ഔട്ട് ടു ജോൺ സ്റ്റോൺസ് ആക്ച്വലി. സ്റ്റോൺസ് റൈറ്റ് ബാക്കിൽ നല്ലപോലെ ചെയ്തിരുന്നു. ബട്ട് ഐ പ്രിഫർ സ്റ്റോൺസ് ഓൺ CBs ആക്ച്വലി. ബട്ട് എനിക്ക് മേജർ ഷൗട്ട് ഔട്ട് വിൽ ബി കീറൻ ട്രിപ്പിയർ ബിക്കോസ് ദ അസിസ്റ്റ് ഹി ഹാസ് ആക്ച്വലി ഇൻ ദിസ് സീസൺ ഇറ്റ്സ് quite high. എനിക്ക് തോന്നുന്നു മോർ ദാൻ 10 അസിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഈ സീസണിൽ. ആക്ച്വലി എനിക്ക് അറിയത്തില്ല കറക്റ്റ്. ബട്ട് എനിക്ക് തോന്നുന്നു കിരൺ ട്രിപ്പിയർ ഈസ് ആക്ച്വലി മേ ബി ബെൻ വൈറ്റ്. ബട്ട് നോ, ഒരു ഷൗട്ട് ഔട്ട് മാത്രമേ ഉള്ളൂ. ബട്ട് ഡെഫിനറ്റ്ലി നോട്ട് ഇൻസൈഡ് ദ സീസൺ ബിക്കോസ് ബെൻ വൈറ്റ് ഈസ് ആക്ച്വലി ഷേക്കി വിത്ത് പേസി വിങ്ങേഴ്സ്. സോ എനിക്ക് തോന്നുന്നു ട്രിപ്പിയർ തന്നെയാണ് ക്ലിയർ ചോയ്സ്. ആൻഡ് സ്പൈഡർമാൻ, ഒബ്വിയസ്ലി സ്പൈഡർമാൻ ആക്ച്വലി ഡിഡ് വെരി വെൽ. ബിസാക്ക സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ അത് ഒരു നല്ല ഷൗട്ട് ഔട്ട് ആണ് ആക്ച്വലി. ഹി ഡിഡ് വെൽ ഇൻ ഫ്യൂ ഗെയിംസ്. സോ ബട്ട് ട്രിപ്പിയർ ഓവറോൾ നോക്കുവാണെങ്കിൽ മേ ബി ഐ വിൽ ഗോ ഫോർ ട്രിപ്പിയർ. ഇപ്പൊ റൈറ്റ് ബാക്ക് എവരിബഡി ചൂസസ് ട്രിപ്പിയർ. എനിബഡി ആർക്കെങ്കിലും ഒരു ഡിഫറെന്റ് ചോയ്സ് ഉണ്ടോ റൈറ്റ് ബാക്കിൽ അപ്പാർട്ട് ഫ്രം ട്രിപ്പിയർ? വേറെ ചോയ്സ് ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ ഫുൾ സീസൺ ആണല്ലോ നമ്മൾ നോക്കണത്. ഇപ്പൊ ലാസ്റ്റത്തെ 2 മാസം അല്ല 1 മാസം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ചെറുതായിട്ട് ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചാണ്. കാരണം ട്രെൻഡ് അല്ല, അതാ പറഞ്ഞേ. ട്രിപ്പിയർ അല്ലാണ്ട് ഇപ്പൊ കാര്യമായിട്ട് പറയാനുള്ള ഒരു ഓപ്ഷൻ റൈറ്റ് ബാക്കിൽ ഇല്ല. അസിസ്റ്റ് ആണെങ്കിലും പിന്നെ ഗോയിങ് ഫോർവേഡ് ആണെങ്കിലും ഡിഫൻസീവില് നോക്കുകയാണെങ്കിലും ടാക്കിൾസ് ആണെങ്കിലും ട്രിപ്പിയർ അവിടെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഉള്ളത് ഒരു ധൈര്യമാണ് ആക്ച്വലി.
ആ ഒരു സെറ്റപ്പിൽ വേറെ ആരും ഇല്ല. നമുക്ക് അടുത്ത പൊസിഷനിലേക്ക് നീങ്ങാം. അതെ, നെക്സ്റ്റ് Left സീസണിലൊക്കെ ഇത് back. മാറട്ടോ. ഈ സീസണിൽ പിന്നെ ജനറലി അറിയാലോ, നമ്മളൊരു ബെസ്റ്റ് റൈറ്റ് ബാക്ക് ആരാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ എന്ത് അതെ ചെയ്യാൻ അതെ പറ്റും? അതെ നമുക്കറിയാം. അപ്പൊ ലെഫ്റ്റ് ബാക്ക് Trent will അപ്പൊ be ലെഫ്റ്റ് back. ബാക്ക് Okay, റൈറ്റ് ബാക്ക് എന്താണ് അതിലെ ലെറ്റ്സ് ഗോ ടു ലെഫ്റ്റ് ബാക്ക് അല്ലെ? ആരാണ് ലെഫ്റ്റ് ബാക്ക്? Left ആരാണ്? back Nathan Ake. Nathan Ake for Abhishek. I Okay. would go. I'm also going for Nathan Ake. I know like Zinchenko has been good, but Nathan Ake has been better. ഞാൻ ചോദിക്കട്ടെ, Nathan Ake, how many games Nathan Ake started as a left back? Since start ചെയ്തത് എത്ര നോക്കിയാൽ ഐ തിങ്ക് കൂടുതലും ടീമിലേക്ക് എത്തിയത് ബിഫോർ ഡിസംബർ ഹി വാസ് പ്ലേയിങ് സെന്റർ ബാക്ക് ഡിയാസ് ഇല്ലാത്തപ്പോ വിത്ത് അക്കാഞ്ചി. അതിനുശേഷം ക്യാൻസലോന്റെ വിഡ്രോളിന് ശേഷമാണ് അവൻ ശരിക്കും ഒന്ന് റൈറ്റ് ബാക്ക് കളിക്കാൻ തുടങ്ങിയത്. ലെഫ്റ്റ് ബാക്ക് അതെ 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 ബാക്ക് അപ്പൊ ഡിസംബർ 31 വരെ പിന്നെ സിറ്റിന്റെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിച്ചത് ക്യാൻസലോ ആണോ? ഫുൾ ഒരുവിധം ഗെയിംസ് ഇടയ്ക്ക് ക്യാൻസൽ ഉണ്ടായിരുന്നു. ദെൻ അവരുടെ അക്കാഡമി ഒരു പ്ലെയർ ഇല്ലായിരുന്നു, റിക്കോ ലൂയിസ്. ഓക്കെ. റിക്കോ ലൂയിസ് വാസ്. ബട്ട് എനിക്ക് ഫോർ മീ സിൻചെങ്കോ, എനിക്ക് തോന്നുന്നു സിൻചെങ്കോ ഹാസ് ബീൻ ഗ്രേറ്റ് ഫോർ ദിസ് സീസൺ. ആർസണൽ ഡിഫെൻസീവ്ലി കുറച്ച് ഷേക്കി ആണെങ്കിലും ഒഫെൻസീവ്ലി to free up Granit Xhaka. Granit Xhaka had a great season for Arsenal this year. The main reason I would say it's because of Zinchenko integrating into that midfield actually, which helped us offensively a lot. Defensive Pogumbo against lower teams it was okay, but against Liverpool or like a top 6 team it wasn't that effective, especially in second half of the game after avante oru injury കഴിഞ്ഞപ്പോൾ കൂടി പറ്റിയില്ല. So for me, I'll say എനിക്ക് Nathan Ake is actually good, but I had him as a CB actually. എനിക്ക് Nathan Akeനെ ഈ ടീമിൽ ഉൾപ്പെടുത്തണമെന്നുണ്ട്, പക്ഷേ I'll put him as a CB but not as a left back. ആ ഒരു റീസൺ ഉള്ളൂ. But he's good in left back as well. So എനിക്ക് it's between Zinchenko and a shout out to Luke Shaw. Luke Shaw is quite okay. Yeah, Luke Shaw to a certain extent he was very good actually. But Luke Shaw full season right, Luke Shaw full അല്ല, season CB ആയിരുന്നു. left back ആയിട്ട് കളിക്കായിരുന്നു എന്നുണ്ടെങ്കിൽ I would pick Luke Shaw, no doubt. But എന്താന്ന് വെച്ചാല് നമ്മള് lack of center defenders അതെ അതെ ഇഞ്ചുറി കാരണം he's അതെ. playing center back. And he did ഞാനും well there actually. He's left center Yes, back. very calm. He's very calm in that center ആൻഡ് back role. അവരുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ ഒരു മേജർ ലൈക്ക് ഒരു ഫോൾട്ട് വിൽ ബി ദേ ഡിഡ്ന്റ് ട്രൈ ദാറ്റ് വിത്ത് സെവിയ. അതായിരുന്നു ഒരു ഇഷ്യൂ അവിടെ വന്നത്. ഇഫ് ദേ ലൂക്ക് ഷോ വാസ് ദെയർ സെന്റർ ബാക്ക് വിത്ത് സെവിയ അവർക്ക് ആക്ച്വലി മേ ബി ഫൈനൽ വരെ പോകാമായിരുന്നു. അല്ല അത് പിന്നെ ഓരോ മിസ്റ്റേക്ക് എന്നാണല്ലോ ഓരോ പുതിയ ഐഡിയാസും പുതിയ പരീക്ഷണങ്ങളൊക്കെ വരല്ലേ. ഒബ്വിയസ്ലി ലൂക്ക് ഷോനെ ഞാനും ഈ സീസണിന്റെ തുടക്കത്തിൽ ഭയങ്കരമായിട്ട് റേറ്റ് ചെയ്തിരുന്നു. പിന്നെ നസീബിന്റെ ലെഫ്റ്റ് ബാക്ക് ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല പറഞ്ഞില്ല. എന്റെ ലൂക്ക് ഷോ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുക എപ്പോഴാന്ന് അറിയോ? ലൂക്ക് ഷോ റാഷ്ഫോർഡ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ലൂക്ക് ഷോയുടെ അടുത്തൊന്നും നമുക്ക് പ്രൊഡക്ടിവിറ്റി കാണാൻ കഴിയുക. നിങ്ങൾ ശരിക്കും കളി കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലൂക്ക് ഷോ റാഷ്ഫോർഡ് സെയിം ടൈമിൽ ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്ന കളിയിൽ ലൂക്ക് ഷോന്റെ അടുത്തുനിന്ന് കറക്റ്റ് പ്രൊഡക്ഷൻ വരാറുള്ളൂ. അത് ഭയങ്കര ഒബ്വിയസ് ആണ്. അങ്ങനെ മാത്രമാണെന്നല്ല, പക്ഷേ ലൂക്ക് ഷോ ഒരു ഏകദേശം ഒരു അണ്ടർ റേറ്റഡ് ആണ്. ഹിസ് പാസിംഗ് എബിലിറ്റി ടു ദി ഫൈനൽ തേർഡ് ഈസ് വെരി ഗുഡ്, വെരി വെരി ഗുഡ്. അല്ല റൂക്ഷ അണ്ടർ റേറ്റഡ് ആണെന്ന് പറയത്തില്ല. ഹിസ് ആക്ച്വലി ഇംഗ്ലീഷ് മീഡിയം നല്ല രീതിയിൽ ഈവൻ എനിക്ക് തോന്നുന്നു കാരഗർ ഓർ നെവിൽ ഹാഡ് ഹിം ഇൻ ഹിസ് ടീം ഓഫ് ദ സീസൺ. സോ അണ്ടർ റേറ്റഡ് ആണെന്ന് ഞാൻ പറയത്തില്ല, റേറ്റഡ് ആണ്. ബട്ട് ദ ഫാക്ട് ഈസ് അവർക്കൊരു സോളിഡ് CB ഇല്ലാത്തതുകൊണ്ടാണ് ലൂക്ക് ഷോയ്ക്ക് കയറി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഹി നീഡ്സ് ടു സ്റ്റേ ബാക്ക്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. മഗ്വയറിനെ വിശ്വസിച്ച് ആരും അവിടെ നിൽക്കത്തില്ല. സോ ഒബ്വിയസ്ലി അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇറ്റ്സ് അപ്രീഷിയേറ്റഡ്. ബട്ട് ഡെഫിനറ്റ്ലി എനിക്ക് സിൻചെങ്കോയാണ്. നസീബ് പറഞ്ഞില്ല. ഞാന് പിന്നെ മാൻ സിറ്റി ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് ഞാന് പിന്നെ നതാനാക്കെ. സിൻചെങ്കോ വാസ് നൈസ്, പക്ഷേ ടുവേർഡ്സ് എന്താ ഒരു ലാസ്റ്റ് സൈഡ് ഓഫ് ദ സീസൺ കുറച്ചും കൂടി ഒരു ആ ഒരു തുടക്കത്തിലുള്ള ഒരു പെർഫോമൻസിന്റെ ഒരു സാധനം ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ലൂക്ക് ഷോ ഒരു നല്ല ഷൗട്ടാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡിഫെൻസീവ് മാത്രം നോക്കുകയാണെങ്കിൽ റോബോ ഇടക്ക് കുറച്ച് നല്ല ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടും. ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. അതെ, ഓഫ് കോഴ്സ് റോബോ. പിന്നെ കൺസിഡറിങ് ഹിസ് ലൈക് പിന്നെ ഫോം പാസ്റ്റ് സീസൺസ്
ഈ ആളെ മെൻഷൻ ചെയ്യാതിരിക്കുകയാണ് നമ്മൾ. അതായത് ആ ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കാൻ പറ്റൂല. കഴിഞ്ഞ 2-3 സീസണിലെ പെർഫോമൻസ് ഈ സീസണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വീക്ക് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഒരു 3 ആളെ ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി 3 അല്ല 4 എടുത്താലേ റോബോനെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ലൂക്ഷ സിൻചെങ്കോ കഴിഞ്ഞിട്ട് എന്നാ റോബോ ബെഞ്ചിൽ ഇരിക്കട്ടെ തൽക്കാലം. പിന്നെ ആകെ ലൂക്ഷോ സിൻചെങ്കോ. ഇതില് കമന്റ്സിൽ പറഞ്ഞ പോലെ ലൈക്ക് അനുരാഗ് പറഞ്ഞ പോലെ മെൻഷൻ എസ്തപിനിയൻ വാസ് ഗുഡ് and Dan Burn and Dan Burn is actually okay in left. എസ്തപിനിയൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടായിരുന്നല്ലോ, അത് വിട്ടു. അതെ, I'll go for Zinchenko. Don't know why. I don't really rate him a lot. സിൻചെങ്കോന്റെ കാര്യം ലൈക്ക് nothing to take away from him. ആള് അടിപൊളിയായിരുന്നു ഈ സീസൺ എക്സെപ്റ്റ് ഫോർ ലൈക്ക് high pressure situation crunch time il vannappollana. But Zinchenko even at City he was doing the same thing. Ivada vannappo I think he was appreciated a lot more. Zinchenko like was doing the exact same thing at City. Defensively weak aanu, but offensively he's a midfielder. Adana alde karyam. He's literally a midfielder. Ukraine the captain aanu, literally plays in attacking midfield. So technically and offensively he's better. Like he's good. But defensively he's weak. വേണമെങ്കിൽ റിൻഷാദിന്റെ കമന്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു പോയിക്കോട്ടോ. അപ്പൊ എന്റെ എന്താ പറയാ ടോപ്പ് 3 ലെഫ്റ്റ് ബാക്ക് എന്ന് പറയുന്നത് I'll go for Zinchenko, Ake and Estupinan. That's my first actually. Estupinan ഒരു കാര്യം അറിയാം, ഞങ്ങളെ 55 മില്യൺ ഞങ്ങൾക്ക് കുക്കുറയൻ തന്നിട്ട് എന്തോ ചെറിയ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നാണ് Estupinan. അപ്പൊ ഞാൻ അന്ന് പറയുന്നുണ്ട്, നമ്മൾ ഈ കുക്കുറയൊക്കെ കൊടുക്കുന്ന പൈസ ഇവര് നോക്കുന്ന ഒരു സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്ലെയറെ ടാർഗറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പുറത്ത് റൂമർ വരില്ല, ദേ ആർ ലുക്കിംഗ് ടു സൈൻ ദിസ് ഗായ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ്. അതെ, ഇപ്പൊ ഇവർക്ക് കൊടുക്കുന്ന പൈസ ഇവന് കൊണ്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പറയാനാ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ DM of position ആക്ച്വലി. സെന്റർ ബാക്ക് മറന്നതാ. പെയറാട്ടോ, നമ്മളൊരു RCB LCB എന്നുള്ള പെയർ. സോ ഹു ആർ യു ഗോയിങ് ഫോർ? ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അഭിഷേക് ആക്ച്വലി. I think Saliba and either Stones or Diaz. I think I'll go for Stones given this season angana like he played like 3 positions. Saliba I think he's been out injured ayirunnu, but I still rate him. It's a really good player. Salibane parnappo ഇവനോട് പോയി ഓക്കെ. അപ്പോ പിന്നെ അബിന്റേത് Saliba and Stones, good choice. Difficult like Diazനെ include ചെയ്യായിരുന്നു, but maybe I can say Diaz and Stones. പക്ഷെ അതിനി ബയസ് ആവോ വിചാരിച്ചിട്ടാണ് പറയേണ്ടത്. So അതാ ഞാൻ നോക്കണേ, how can you not include man Diazനെ ഒഴിവാക്കാൻ പറ്റില്ല ട്ടാ. അതാണ് maybe I'll say that Diaz and Stones. ഇപ്പൊ ബയസ് ആണെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അതൊന്നുമില്ല. I think I'll go for Diaz and Stones. കാരണം ഇപ്പോ after Diaz came, he completely changed the City. So either പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. I wanted to include Saliba because I think he deserves the credit. But either Diaz Stones ആണെങ്കിലും Saliba Diaz, either one's good. But maybe I'll go for Diaz and Stones. ഏതായാലും ഡിയാസിനെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം without him we can't do this. Stones had a better season than Diaz. Not necessarily, but സിറ്റി അറ്റ് ദി സ്റ്റേജിൽ നിൽക്കാൻ ചില മൊമെന്റ്സ് ഉണ്ട് ഡിയാസിന്റെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത. നമ്മള് അധികം പെർഫോമൻസ് ആയിരുന്നു ദിസ് സീസണിൽ. സ്റ്റോൺസ് പാക്കേജ് പെർഫോമൻസ് ദിസ് സീസൺ. ബട്ട് ഡിയാസ് അതാണ്. പക്ഷെ ഡിയാസിന്റെ അടുത്ത് നമ്മളാരും ഇങ്ങനെ എല്ലാതും നോട്ടീസ് ചെയ്യാത്ത ഒരുപാട് ഈവൻ ഇൻ ദി ചാമ്പ്യൻസ് ലീഗ് ഗെയിംസ് ഓൾസോ I was that his performance is very crucial in that center back role. ഇവിടെ include ചെയ്തില്ലാണ്ടെങ്കിൽ വേറെ എവിടെയും സ്റ്റോൺസിനെ include ചെയ്യാൻ പറ്റില്ല. ഈവൻ DM പൊസിഷനിൽ വേറെ players no അതാ ഞാൻ പറയാം, റൈറ്റ് ബാക്കിൽ I didn't include Stones because I wanted Stones at CB because അതും എനിക്കൊന്ന് ഈവൻ ഇംഗ്ലീഷ് മീഡിയ ഹൈപ്പ് കൊടുക്കാത്ത ഒരു സെന്റർ ബാക്ക് ആണ് ജോൺ സ്റ്റോൺസ്. ആക്ച്വലി ജോൺ സ്റ്റോൺസ് deserves to be in that. My pair will be Saliba and John Stones because I think it will be, എനിക്ക് ഒരു ടീമിൽ അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ it will be a great pair.
Stones and Saliba together because both of them can play LCB. എനിക്കൊന്ന് സ്റ്റോൺസ് RCB കളിച്ചാൽ പോലും സലീബ ക്യാൻ പ്ലേ LCB ബിക്കോസ് 2-footer ആണ് സലീബ. സോ ഐ തിങ്ക് ബോത്ത് സലീബ ആൻഡ് സ്റ്റോൺസ് ആർ ദ പെയർ I'll go for. ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിരിക്കും. വാൻഡൈക്ക് ഞങ്ങൾക്കറിയാം. നോബഡി ഫ്രം ലിവർപൂൾ ആൻഡ് സാലിബ മാർട്ടിനസ് രണ്ടുപേരും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇഞ്ചുറീസ് ഡിഡ്ന്റ് ഡു ദം ഗുഡ്. സോ ഐ വുഡ് ഗോ വിത്ത് ബോട്ട്മാൻ. സലീബ ഇഞ്ചർ ആകുന്നതിന് മുമ്പുള്ള സ്റ്റാറ്റ്സ് ബോട്ട്മാൻ ഇതുവരെ മറികടന്നിട്ടില്ല. ആക്ച്വലി മോർ ടാക്ലിംഗ് റേഷ്യോ. ഡിഫെൻസീവ്ലി നോക്കുമ്പോ ഐ തിങ്ക് ന്യൂകാസിൽ ഹാസ് എ ബെറ്റർ സീസൺ. പിന്നെ ന്യൂകാസിലിന്റെ ഡിഫൻസിന്റെ ഒരു മെയിൻ ബാക്ക് ബോൺ തന്നെ ഈ മനുഷ്യനായിരുന്നു. നമുക്ക് ഡിഫൻസ് പറയാം, ബട്ട് വെൻ യു ലുക്ക് അറ്റ് സെന്റർ ബാക്സ്, ഞാൻ കമ്പയർ ചെയ്ത സെന്റർ ബാക്സ് ആണ് ആക്ച്വലി ഡ്യുവൽസ് ആൻഡ് ടാക്കിൾസ് കംപ്ലീറ്റഡ്. ഐ തിങ്ക് സലീബ ഹാഡ്, എനിക്ക് തോന്നുന്നു ഡിയാസ് ഓർ സ്റ്റോൺസ് ആണ് സലീബയുടെ മുകളിലുള്ള ഏതോ ഒരു പ്ലെയർ. ഈവൻ മാർട്ടിനസ് ഡിഡ്ന്റ് പെർഫോം ആസ് വെൽ ആസ് സലീബ ദിസ് സീസൺ. മാർട്ടിനസ് ഒരു നല്ല ഷൗട്ട് ഔട്ട് ആണ് ആൻഡ് ബോട്ട്മാൻ ഈസ് ആക്ച്വലി എ ഗുഡ് ഷൗട്ട്. ആ പ്രൈസിന് ഹീസ് ആക്ച്വലി വർത്ത് ദ മണി. സ്വെൻ ബോട്ട്മാൻ വാസ് ആക്ച്വലി ഗുഡ് പ്ലെയർ. അതായത് വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് പിന്നെ ടീം ഓഫ് ദ സീസൺ ഇടുമ്പോ ബോട്ട്മാൻ ഒഴിവാക്കിയിട്ട് ഒരു ടീം ഇടുന്നത് അങ്ങോട്ട് ദഹിക്കാൻ പറ്റില്ല. മേ ബി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഇതാണ് വാർ റൂമിന്റെ ഗ്യാരി നെവിൽ. I want Botman. Like Saliba, I rate him highly. Okay, Saliba was good. He was great. പക്ഷേ ഫുൾ സീസൺ ആൾക്ക് കളിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ആളെ ഇതാണ് ഗ്യാരി നെവിൽ. ഗാരി നെവെ ഇതേ റീസൺ ആണ് പറഞ്ഞത്. ഗാരി നെവിന്റെ ടീമില് ബോട്ട്മാൻ ഇല്ല. അല്ലല്ല ഇല്ല, ബട്ട് ഞാൻ ഗ്യാരി നെവിൽ എന്ന് പറഞ്ഞത് എന്റെ സ്റ്റാറ്റ്സ് ഇല്ല. പക്ഷെ ഞാൻ സലിബ ഹാഡ് എ ഗ്രേറ്റ് സീസൺ. പക്ഷെ എനിക്ക് ബോട്ട്മാൻ മതി. ഗ്യാരി നെവിൽ എന്റെ സ്റ്റാറ്റ്സ് ഒന്നും ഇല്ല, എനിക്ക് ബോട്ട്മാൻ മതി. ബോട്ട്മാൻ. പിന്നെ ഇത് പറയട്ടെ, ലിവർപൂൾ ഫാൻ ആയിട്ട് എന്തിനാ ആർസണലിനോട് ഇത്ര ദേഷ്യം? എനിക്ക് ആർസണലിനോട് ഒരു ദേഷ്യമല്ല, ബോട്ട്മാനോട് ഇഷ്ടമാണ്. ബോട്ട്മാനോട് കുറച്ച് ഇഷ്ടം കൂടുതലാന്നുള്ളൂ. ഹയർ എൻഡിലേക്ക് വരട്ടെ. അവിടെ ലെവിസ് ഡങ്ക് ഈ സീസൺ എന്താ സ്ഥിതി? ഡങ്ക് ആക്ച്വലി സോളിഡ് ആണ്, ബട്ട് LCB ആണ്. ആക്ച്വലി LCB അല്ല, സെന്റർ ബാക്ക് ആണ്. എനിക്കത് ബ്രൈറ്റൺ ഡിഫൻസ് വാസ് ഓക്കെ, ബട്ട് അവരുടെ ഒഫൻസീവ് ആണ് അവരെ എന്നാ പറയാ നല്ലപോലെ അച്ചീവ് ചെയ്യാൻ സഹായിച്ചത്. ഡങ്ക് ആക്ച്വലി എനിക്കത് ഡങ്ക് ഈസ് ആക്ച്വലി അബൌട്ട് ടു ഗെറ്റ് എ ഇംഗ്ലണ്ട് കോൾ അപ്പ് സൂൺ. സോ നല്ല ഷൗട്ട് ഔട്ട് ആണ് ലൂയിസ് ഡങ്ക്. അതാണ് സൗത്ത് ഗേറ്റ് ഫ്രണ്ട്ലീസ് കോൾ അപ്പ്. ബൈ ദ വേ അനുരാഗ് കമന്റിൽ ഒരു സാധനം മെൻഷൻ ചെയ്തിട്ട് ബെൻമി ഹാഡ് എ ഗ്രേറ്റ് സീസൺ. ഓണറബിൾ മെൻഷൻസ്. ഹാസിലിന്റെ ടോപ്പ് 2 ആരാടാ? ഹാസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫവാസിന്റെ ബാക്ക് സീലല്ലേ എന്റെ ഫസ്റ്റ് ചോയ്സ് ഓഫ് കോഴ്സ് ഡിയാസ് ആണ് എന്റെ ഫസ്റ്റ് ചോയ്സ്. പിന്നെ ലെഫ്റ്റ് സെന്റർ ബാക്ക് ഇഫ് മാർട്ടിനസ് പ്ലേഡ് ഫിറ്റ് ഐ വുഡ് ചൂസ് ഹിം, ബട്ട് നോട്ട് സലീബയും. ഞാൻ നമ്മളിപ്പോ ഒരു ഫുൾ സീസൺ നോക്കണല്ലോ, സലീബ ഐ വുഡ് റേറ്റ് ഹിം വെരി മച്ച്. ബട്ട് നമ്മൾ ഫുൾ സീസൺ കളിക്കാത്തതുകൊണ്ടാണ് എനിക്ക് അവനെ ചൂസ് ചെയ്യാനുള്ളത് ഇല്ലാത്തത്. ഞാൻ സീരിയസ്ലി പോകുന്ന 2 സെന്റർ ബാക്സ് ഡിയാസ് ആൻഡ് സ്റ്റോൺസ് ആണ്. Yeah, that's a good one. സലീബയുടെ കാര്യം പറയുകയാണെങ്കിൽ എക്സെപ്റ്റ് ഫോർ ഈ റിയാസിലെ സ്റ്റോൺസിൽ ഏതെങ്കിലും ഒരാൾ കളിച്ചില്ലാണെങ്കിൽ ഒബ്വിയസ്ലി സലീബ. പിന്നെ എനിക്കൊന്ന് യൂറോപ്പ ലീഗ് ലാസ്റ്റ് മന്തിലാണ് പുള്ളി ഇഞ്ചേർഡ് ആകുന്നത്. ആൻഡ് എനിക്കൊന്ന് ദിസ് ഈസ് സലീബാസ് ഫസ്റ്റ് സീസൺ. അതാണ് അവൻ ക്ലബില് 2 years ആയിട്ടുണ്ടെങ്കിലും ദിസ് ഈസ് ആക്ച്വലി സലീബാസ് ഫസ്റ്റ് സീസൺ. ഐ തിങ്ക് ഫസ്റ്റ് സീസണിൽ ഒരു സെന്റർ ബാക്ക് ഇത്രയും ഒരു എഫക്ട് ഉണ്ടാക്കുന്ന മേ ബി ഇറ്റ് വാസ് ഡിയാസ്, ലപ്പോർട്ട് ഓർ വാൻ ഡൈക്ക് ബാക്ക് ഇൻ ദ ഡേ. അക്കാഞ്ചി ഒക്കെയാണ്.
അല്ലാതെ honorable mention. സിറ്റി ഓർ ലിവർപൂൾ സെന്റർ ബാക്ക് കഴിഞ്ഞിട്ട് ഐ കാൺ റിമെമ്പർ എ സെന്റർ ബാക്ക് ഹാവിങ് എ ഗുഡ് സീസൺ അതർ ദാൻ സലീബ ഇൻ നിയർ ഇയേഴ്സ് ആക്ച്വലി. സോ അതിലെനിക്ക് ഭയങ്കര ലൈക്ക് ഐ എം സോ ഹാപ്പി ദാറ്റ് വി ഹാഡ് എ വെരി ജം. Pre-injury, Lisandro was a good addition to United. United defense, United ആ ബാക്ക് ഫോർ സെക്ഷനിലേക്ക് ഒരു ഇത്രയും കൂടുതൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സെന്റർ ബാക്ക് റോൾ യുണൈറ്റഡിന് ഇപ്പൊ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. യുണൈറ്റഡിന്റെ ടീമിലെ മാർട്ടിനസ് ഈസ് ആക്ച്വലി എ ഗുഡ് shout out actually, but I'll say Gabriel, ball recovery, 1-on-1 everything. I'll say Gabriel Salah ഒരു ദിവസം ടാട്ടി എടുത്തിട്ട് അലക്കിന് ഒരു ദിവസം എന്താ പറയാ if യുണൈറ്റഡ് ടീമിലായിരുന്നു if he plays Gabriel Magalhaes in United's team, he would have മാർട്ടിനസിന്റെ സെയിം സീസൺ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയത്തുള്ളൂ. Because Martinez is actually good. Because Gabriel actually underachieved. In my expectations, Gabriel underachieved this season. But for most block shots and the number of goals scored, എനിക്ക് തോന്നുന്നു വേറെ ഒരു CB ഇല്ല Premier League. The number of headers you have scored and the number of goals you have scored, Gabriel ആണ് മോസ്റ്റ് സ്കോറിംഗ് സെന്റർ ബാക്ക് ഈ സീസൺ എനിക്ക് തോന്നുന്നു. അതുതാണ് I think comparatively Gabrielum അതുപോലെ Lisandro Martinez, I think Martinez is a better player for Ten Hag system. എനിക്കൊന്ന് playing from the back actually. On the ball ജീവൻ പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇപ്പൊ അയാളെ മാർട്ടിനസിന് പകരം അവിടെ ഇറക്കിയിരുന്നെങ്കിൽ അതേ ഇതുണ്ടാവും എന്നുള്ളതിലൊന്നും എനിക്ക് വലിയൊരു വിശ്വാസം തോന്നുന്നില്ല. കാരണം യുണൈറ്റഡിന് ഇപ്പൊ യുണൈറ്റഡിൽ വരുന്നതിന് മുമ്പ് മറ്റേ ഇവൻ മഗ്വറി വാസ് എ ഗ്രേറ്റ് CB, പക്ഷെ യുണൈറ്റഡിൽ എത്തിയപ്പോ അത്ര ക്ലിക്ക് ആയിട്ടില്ല. അങ്ങനെ പലരും പല ഇതിലും വന്ന് ക്ലിക്ക് ആയിട്ടില്ല. പക്ഷെ മാർട്ടിനസിന്റെ ആ ഒരു വരവ് യുണൈറ്റഡിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടീം ഓഫ് ദി സീസണിലേക്ക് വരാൻ മാത്രമല്ല ഉണ്ടോ എന്നുള്ളത് വേറെ ഡിസ്കഷൻ ആണ്. ഫുൾ സീസൺ ആള് കളിക്കാത്തതുകൊണ്ട്. ബട്ട് ഡിഫെൻസീവ്ലി ഒന്ന് സെറ്റ് ആക്കി എടുത്തത് ഇപ്പൊ യുണൈറ്റഡിന് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയ രണ്ട് പ്ലേയേഴ്സാ. ഒന്ന് പിന്നെ CDM വന്ന കാസിക്ക, മറ്റേത് മാർട്ടിനസ്. യുണൈറ്റഡിന്റെ വിഷയം മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ വി ഷുഡ് ടോക്ക് അബൌട്ട് ലിൻഡലോഫ്. ലിൻഡലോഫ് ഈ ഹാഫ് ഓഫ് ദി സീസൺ ഹി പെർഫോംസ് ടു, ഞാൻ ഇതിന്റെ ഇത്രയും ലിൻഡലോഫ് ആക്ച്വലി ഒരു എബവ് ആവറേജ് ഡിഫൻഡർ ആണ്. ഇഫ് ഹി ഞാൻ കാര്യം ലിൻഡലോഫ് ഹി പ്ലേസ് വിത്ത് പെപ്പ്, he would be a very good defender. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ലിൻഡലോഫ് അങ്ങനെയാണ് ഞാൻ പറയാം. ഹോൾഡിംഗ് പ്ലേസ് വിത്ത് പെപ്പ് പുള്ളി അവന് എന്ത് വേണേലും ചെയ്തു കൊടുക്കും. he would actually have done wonders. ലിൻഡലോഫ് വിത്ത് പെപ്പ് എന്ന് പറയുമ്പം നമ്മള് ഡ്രീംസ് എല്ലാം ബ്രേക്ക് ചെയ്ത് പോവാണ് ആക്ച്വലി. ഓക്കെ, ഞാൻ പറയട്ടെ. അല്ല ഞാൻ സർക്യാസായിട്ട് പറഞ്ഞ ആക്ച്വലി അല്ല പെപ്പ് വിത്ത് അല്ല എനിക്ക് ഡ്രീമിന്റെ ഇമാജിനേഷൻ ഇഷ്ടപ്പെടാത്ത. പെപ്പ് വിത്ത് ലിൻഡലോഫ് ഉണ്ടായിരുന്നെങ്കിൽ ലിൻഡലോഫ് ഹാഡ് എ ബെറ്റർ സീസൺ. ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ. പെപ്പിന്റെ കൂടെ ലിൻഡലോഫ് കളിച്ചിരുന്നെങ്കിൽ ലിൻഡലോഫ് ഈ സീസണിൽ ടീം ഓഫ് ദി ഇയറിൽ വരുന്നല്ല ഞാൻ പറഞ്ഞത്. വുഡ് അവനെ ബെറ്റർ CV എന്നല്ലേ ഞാൻ അതിന്റെ സെയിം ഹോൾഡിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞു. ഹോൾഡിംഗ് വുഡ് ഹാവ് ഡൺ വണ്ടേഴ്സ്. അല്ല ഐ ഡോണ്ട് അഗ്രി വിത്ത് ലിൻഡലോഫ് തിങ് ആക്ച്വലി. കാരണം ലിൻഡലോഫ് എനിക്ക് ബാങ് ആവറേജ് സെന്റർ ബാക്ക് ആണ്. ഐ ഡോണ്ട് റേറ്റ് ഹിം അറ്റ് ഓൾ. മേ ബി ഈവൻ മഗ്വർ ഈസ് ടാലന്റഡ്, ബട്ട് പുള്ളിക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. ലിൻഡലോഫിന് അത്രയും ടാലന്റ് പോലും ഇല്ല, ബട്ട് ലിൻഡലോഫ് ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. അങ്ങനെ ഒരു ട്രേറ്റ് ലിൻഡലോഫിനുണ്ട്. ഭയങ്കര ഹാർഡ് വർക്കിംഗ്. മഗ്വർ ആക്ച്വലി മഗ്വർ പ്ലേയിങ് ഫോർ ഇംഗ്ലണ്ട്, ബോൾ പ്ലേയിങ് CB ആണ്. ഈവൻ ഹി സ്കോർ ബാങ്ങേഴ്സ്. ഹി ഈസ് ആക്ച്വലി ഗുഡ്. When he plays in a particular way, he is actually good. But യുണൈറ്റഡിൽ വന്നിട്ട് എന്താ പോയെന്ന് ഇപ്പൊ നമുക്ക് അറിയത്തില്ല. The coaches has to say what happened. നമുക്ക് ആർക്കും അറിയത്തില്ല എന്തുകൊണ്ടാ. ഇല്ലെങ്കിൽ വെറുതെ why would Man United pay 80 million for him? I mean, guy should be a talent, right? അത് ഇപ്പൊ എല്ലാ പ്ലേയേഴ്സും ഒരു മിഡ് റേഞ്ച് ക്ലബിൽ കളിക്കുമ്പോൾ ഒരു പ്ലേയേഴ്സിന്റെ അടുത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു ടോപ്പ് 6 ക്ലബിൽ വരുമ്പോ അതിന്റെ പ്രഷറിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളെല്ലാവരും ഒരു ആവറേജ് ആയിട്ട് കണ്ട, ആവറേജ് മീൻസ് ഒരു തെറ്റില്ലാത്ത രീതിയിൽ കണ്ട പ്ലെയർ ആയിരുന്നു ഈ കുക്കുറേനെ എടുക്കുമ്പോ കുക്കുറേനെ സിറ്റി നോക്കിയ പ്ലെയർ.
കുക്കുറേലയുടെ നമ്പർ ഓഫ് ഗോൾസ് ആൻഡ് അസിസ്റ്റ് വാസ് സോ ഗുഡ് ലാസ്റ്റ് സീസൺ. ബ്രൈറ്റന്റെ പ്ലെയർ ഓഫ് ദ അതാണ് സീസൺ ആയിരുന്നു. പറയുന്നത്. യെസ്, അതാ ഞാൻ പറയുന്നത്. വാട്ട് ഹീസ് ഇൻ ചെൽസി. അല്ല ഞാൻ പറഞ്ഞതല്ല, ബിക്കോസ് കുക്കുറേല ഫോർ ബ്രൈറ്റൺ കാൺ ബി കമ്പയർഡ് വിത്ത് മഗ്വർ ഫോർ ലെസ്റ്റർ. മഗ്വർ ഫോർ ലെസ്റ്റർ വാസ് ആക്ച്വലി അതിലും കുറച്ചുകൂടെ താഴെയായിരുന്നു. ആൻഡ് someone offered 80 million. It's like some teams gonna offer Lewis Dunk 80 million next season. അതാണ് നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് സിബിക്ക് ഒരു സീസണിന്റെ ബാക്കില് മാൻ യുണൈറ്റഡ് 80 million കൊടുത്തെങ്കിൽ നെക്സ്റ്റ് സീസൺ ആരെങ്കിലും ലൂയിസ് ഡങ്കിന് 80 million കൊടുക്കുവോ? ദാറ്റ്സ് ദ കമ്പാരിസൺ മേ ബി വി ഷുഡ് മേക്ക്. കുക്കുറേല വാസ് ആക്ച്വലി ഗ്രേറ്റ്. കുക്കുറേല എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് സീസൺ ഇഫ് ഹി പ്ലേഡ് അണ്ടർ എ ഗുഡ് മാനേജർ ഹി ക്യാൻ ആക്ച്വലി പ്ലേ മേ ബി. അഭിഷേക് അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ 3-4 years ആയിട്ട് ലിൻഡോഫിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നതാണ്, ഹി ചോസ് ദ റൈറ്റ് ക്ലബ് അറ്റ് ദ റോങ് ടൈം. കുറെ പ്ലേയേഴ്സിന്റെ കാര്യത്തിലുണ്ട്. ലിൻഡലോഫ് ഹീസ് എ ഗുഡ് ഡിഫൻഡർ, ഈസ് ഓക്കെ, ബട്ട് ഈ ഇങ്ങനെ ഒരു ടീമിൽ വന്ന് നിൽക്കുമ്പോൾ ഹൈ പ്രഷർ ആണ്. പിന്നെ ഐ തിങ്ക് 11 players മേ ബി ഒരു പ്ലെയർ നന്നായി കളിച്ചു എന്നല്ലാണ്ട് യുണൈറ്റഡിന്റെ കാര്യത്തിൽ ലാസ്റ്റ് 3-4 years പ്രത്യേകിച്ച് ഒന്നും ഇല്ല പോസിറ്റീവായിട്ട്. മേ ബി ബ്രൂണോനെ തന്നെ എല്ലാ സീസണും കൊണ്ടിട്ട് ബെസ്റ്റ് പ്ലെയർ ആണെന്ന് പറയാനല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും യുണൈറ്റഡിന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവാതില്ല. സോ പുട്ട് ലിൻഡലോഫ് ഇൻ എ ബെറ്റർ സൈഡ്. അതെ, ലിവർപൂളോ അതല്ലാന്നുണ്ടെങ്കിൽ ഈവൻ സിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പറയണില്ല, മേ ബി ഹി വോണ്ട് വർക്ക് ഫോർ സിറ്റി. പക്ഷേ മേ ബി പറ്റുമായിരിക്കും, ബട്ട് മേ ബി ഓട്ടോമെന്റി ലെവൽ പെർഫോമൻസ് ഇഫ് ഹി വർക്ക്സ് വെൽ. പക്ഷേ ലിൻഡലോഫ് ഇസ് നോട്ട് എ ബാഡ് പ്ലെയർ. ഐ തിങ്ക് ഹീസ് ബെറ്റർ ദാൻ മഗ്വയർ. മഗ്വയറിന്റെ കാര്യത്തിൽ മഗ്വയറിന് ഈ 80 million 90 million ഓഫർ ചെയ്യുന്നത് ദാറ്റ്സ് നോട്ട് റിയലി ഹിസ് ഫോൾട്ട്, ഇസ് ഇറ്റ്? ഇപ്പോൾ യുണൈറ്റഡ് ഇപ്പോൾ പോഗ്ബയ്ക്ക് പോയിട്ട് 90 million കൊടുക്കും, ആന്റണിക്ക് പോയിട്ട് നിയർ 100 million കൊടുത്തു. ഇതെല്ലാം ക്ലബിന്റെ കുഴപ്പമാണ്. ലൈക്ക് ഇഫ് എ ക്ലബ് വാണ്ട്സ് ടു പേ 40 million for Maguire, they can. ലെസ്റ്റർ ചോദിച്ചു, ഇവരത് കൊടുത്തു. That's United's fault, not Maguire's fault. മഗ്വയറിന്റെ വിഷയത്തിൽ ബെസ്റ്റ് മിസ്റ്റേക്ക് ചെയ്തത് യുണൈറ്റഡ് ആണ്. 80 million പേ ചെയ്തതും അല്ല ഞാൻ കാണുന്ന മിസ്റ്റേക്ക്. They gave him the armband, man. ഇതാണ് കുഴപ്പം. ലൈക്ക് മഗ്വയറിന് ഒന്നാമത് അവന് ആ പ്രഷർ അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതിലേക്ക് ഒരു നെക്സ്റ്റ് ലെവലായിട്ട് ഒരു ആംബാൻഡും കൂടി കൊടുത്തു, എന്നിട്ട് റൊണാൾഡോനെ പിടിച്ചു കൊണ്ടുവരികയും ചെയ്തു. സോ അതൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന മെയിൻ പ്രശ്നം തന്നെ നല്ലൊരു സ്പോർട്ടിംഗ് ഡയറക്ടർ ഇല്ലാത്തതിന്റെ ഒരു ഇഷ്യൂ ആണ്. മഗ്വയറിന്റെ കരിയറിനെ നശിപ്പിച്ചു കളഞ്ഞു. ഈവൻ ഐ തിങ്ക് ലിൻഡലോഫിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും യുണൈറ്റഡിന് പ്രത്യേകിച്ച് ഒരു പ്രൊജക്റ്റോ ഒരു വേ ഫോർവേഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈവൻ സൈനിങ് അല്ലായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണ്, ജോസെ പറഞ്ഞിട്ട് സൈൻ ചെയ്ത പ്ലെയർ ആണല്ലോ ലിൻഡലോഫ്. അതിന് മുന്നേ ജോസേന്റെ സൈനിങ് അതിന് മുന്നേ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നു. ഞാനൊരു കാര്യം വ്യക്തമാക്കിക്കോട്ടെ, കമന്റ്സിൽ എല്ലാരും പറയുന്നത്. ഞാൻ പറഞ്ഞത് മഗ്വയർ ഈസ് ടാലന്റഡ് എന്ന് പറഞ്ഞത് നമ്മളിപ്പോ ഇൻബോൺ ടാലന്റ് എന്ന് പറഞ്ഞൊരു സാധനം കാണത്തില്ലേ, അതാണ്. അല്ലാതെ ഹാർഡ് വർക്കിങ്ങിൽ പുള്ളി ബുൾഷിറ്റ് ആണ്. ആൻഡ് ഐ സേ ലിൻഡലോഫ് ഈസ് ആക്ച്വലി ഹാർഡ് വർക്കിംഗ് ദാൻ മഗ്വയർ ആണ്, അല്ലാതെ വേറെ ആരും അല്ല. കമന്റ്സിൽ കുറെ യുണൈറ്റഡ് ഫാൻസ് കരയുന്നത് കണ്ടു, അതുകൊണ്ട് പറഞ്ഞു. പിന്നെ വേറെ കാര്യം, നമ്മള് ഈ പൊസിഷൻ മാറുന്നതിന് മുന്നേ ഐ ഹാവ് ടു മെൻഷൻ മാനുവൽ അക്കാഞ്ചി. Definitely. For 35 million. 17 million, sorry. അതാണ്. ഇബ്രാഹിമ കൊനാട്ടെ അവിടെ വീട്ടിൽ ഞാൻ എന്റെ ഡിസിഷൻ മാറ്റി. എന്റെ 2 സെന്റർ ബാക്സ് കൊനാറ്റെ വേണ്ടേക്കോ. സോറി Okay guys, we have to move on. There is no more CB talks here guys. Yeah, appo inde I will go for Diaz and Stones. ഒരുപാട് explanation ഒന്നുമില്ല. Stones and Diaz, you know why. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാളെ ഒഴിവാക്കാനുള്ള ഒരു വകുപ്പില്ലടാ. ഒരു ഡിയാസിനെ ഒഴിവാക്കാൻ എനിക്ക് പറ്റത്തില്ല. സ്റ്റോൺസിനെ നമ്മൾ എങ്ങനെയാണോ ഒഴിവാക്കുക? 3 പൊസിഷൻ ഹി വാസ് ഔട്ട്സ്റ്റാൻഡിങ്. സോ there is no way that we can get him off. Special mention definitely William Saliba. എനിക്ക് സലീബനെ ഇൻക്ലൂഡ് ചെയ്യണം നല്ല ഉണ്ട്. മേ ബി നമ്മളൊരു ബാക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ എവരിബഡി വിൽ ലവ് ടു ഹാവ് സ്റ്റോൺസ്. നിങ്ങളൊക്കെ അവസരം കഴിഞ്ഞിട്ടോ, നിങ്ങൾക്ക് അവസരം നമുക്ക് മിഡ്ഫീൽഡും ഉണ്ട്, അറ്റാക്കേഴ്സും ഉണ്ട്.
അതെ, സ്പെഷ്യൽ മെൻഷൻ ടു സാലിബ. എന്റെ കേസ് അല്ല ഇനി നസീബ് അലി ഇരിക്കണമെന്നില്ല, ഇനി ലിവർപൂൾ പ്ലേയേഴ്സ് ഇല്ല, ഇനി ആരും ഇല്ല കേട്ടോ. ഇല്ല, ലിവർപൂൾ പ്ലേയേഴ്സ് ആകെ വരാനുള്ളത് അറ്റാക്കിലാണ്. സലാൻ ഇടാൻ വേണ്ടിട്ടാ ബോസ് വെയിറ്റ് ഇല്ല അവിടെ നമ്മുടെ ചെക്കനുണ്ട്, അത് നോക്കിയിരിക്കണ്ട, അവിടെ നമ്മുടെ ചെക്കനുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് പോരും, ഞങ്ങളൊന്ന് മിഡ്ഫീൽഡ് ചർച്ച ചെയ്യട്ടെ. മിഡില്ല, ഞാന് പ്രവാസം ഒന്നും ഈ കളിയിലില്ല. പ്രവാസേ ഓല് നടത്തട്ടെ, നമ്മൾ നോക്കിക്കാം. ഓക്കെ ഗൈസ്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ. എന്റെ ചോദ്യം വളരെ സിമ്പിൾ. റോഡ്രി അല്ലാത്ത ഏതെങ്കിലും ഒരു ചോയ്സ് ഉണ്ട്? എന്റെ ചോയ്സ് ആബ്സല്യൂട്ട്, എനിക്ക് ഒരു ചോയ്സ് പോലും ഇല്ല, വേറെ ഒരു കമ്പാരിസൺ പോലും ഇല്ല. റോഡ്രി ആബ്സല്യൂട്ട്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. റോഡ്രിക്ക് പരിക്ക് പറ്റണ ഞാൻ കാഫിക്കാൻ ഇറക്കും, വേറെ നിർവാഹമില്ല. മേ ബി നമുക്ക് വേണേ ഷൗട്ട് ഔട്ട്സ് കൊടുക്കാം. ആക്ച്വലി Rodri is actually obviously അത് Casemiro played very well. Declan Rice was actually good. നമുക്ക് അങ്ങനെ Declan Rice was actually very good for last season for West Ham. So അപ്പോ പുള്ളി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ഹാം പ്ലെയർ ഓഫ് ദ സീസൺ ഒബ്വിയസ്ലി. മേജർ ഷൗട്ട് ഔട്ട്സ് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഈവൻ ജസ്റ്റ് സേ ബ്രൂണോ ഗമേറഷ്, ഈവൻ CDM അല്ല, CM ആയിട്ടാണ്, എന്നാലും ബ്രൂണോ ഗമേറഷ് ഹാഡ് ഓക്കെ സീസൺ. ഐ ഗെസ് ലാസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു, ബട്ട് ബ്രൂണോ ഗമേറഷ് ഒരു നല്ല ഷൗട്ട് ഔട്ട് ആണ് ഫോർ ദാറ്റ് CDM റോൾ. റോഡ്രി ഓഫ് കോഴ്സ്. കസമീറോ ഈ ലാസ്റ്റ് കളിയിൽ ഗോൾ അടിച്ചില്ല, ഒരു ആക്രോബാറ്റിക് ഗോൾ അടിച്ചോ. അപ്പൊ കമന്റേറ്റർ പറയാണ് he has 5 goals, 5 assists and 2 red cards in the post World Cup. അതെ, കസമീറോനെ ഞാൻ റേറ്റ് ചെയ്യുന്നത് ബിഫോർ ഗെറ്റിംഗ് ദി 2 red cards. 5 assists 2 red cards. ആ 2 റെഡ് കാർഡ് കിട്ടിയതിനു ശേഷം കസമീറോന്റെ മൊത്തത്തിൽ പ്ലേയും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആരും നോട്ടീസ് ആശാൻ ഒരാളെ ഒരു 1-on-1 ചെന്ന് ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ ആളൊരു കൊയറ്റായ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ സെക്കൻഡ് റെഡിന് ശേഷം. ഓക്കെ, ക്യാൻ വി ഓൾ മെൻഷൻ ഒരു മെൻഷൻ ചെയ്യേണ്ട ഒരു പ്ലെയർ ഉണ്ട് കേട്ടോ, കൈസഡോ. കാൻ വി മെൻഷൻ ഹിം? സ്പെഷ്യൽ കൈസഡോ CM-ൽ മെൻഷൻ ചെയ്യാനായിരുന്നു, ബട്ട് obviously കൈസഡോ ഉണ്ട്. So let's move on to the number 8s actually. എന്താ പറയാ, LCM RCM കേട്ടോ, അതാണ് നമ്മൾ രണ്ടും കൂടി ഒരു പെയർ ആയിട്ടാണ്. നമുക്ക് ഒരുപാട് സമയമില്ല, നമ്മൾ ഒരുപാട് CB-ൽ 20 മിനിറ്റ്. എനിക്ക് സിമ്പിൾ ആണെന്ന് തോന്നുന്നു, രണ്ട് സിമ്പിൾ ചോയ്സസ് അല്ലേ. Okay, go for it. Jeevan, go for it. ഓക്കെ, LCM എനിക്ക് തോന്നുന്നു വേറെ ആർക്കും പറയാൻ ഇല്ല. ഇറ്റ് ഷുഡ് ബി മാർട്ടിൻ ഒഡെഗാർഡ്, ഡെഫിനറ്റ്ലി മാർട്ടിൻ ഒഡെഗാർഡ്. 15 goals this season, most goals for a midfielder without taking a single penalty, being tied with Fabregas who played for Arsenal in 2008, 15 goals. And I think Odegaard almost 7 or 8 or 9 assists ഉണ്ട്. So tremendous captain. ഈ യങ് ഏജില് നോർവേയുടെ ക്യാപ്റ്റൻ 2 years ബാക്ക്, ഈ സീസണില് ആർസണലിന്റെ ക്യാപ്റ്റൻ. ഡെഫിനറ്റ്ലി മെനി പീപ്പിൾ ഡൗട്ടഡ് ഹിം ഫോർ ബീങ് എ ക്യാപ്റ്റൻ. ദേ സെഡ് ഹീസ് നോട്ട് വോക്കൽ, അതാണ് ഇതാണ് എല്ലാം പറഞ്ഞു. ബട്ട് ഡെഫിനറ്റ്ലി ഗുഡ് പ്ലെയർ, ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് പ്ലെയർ. ഇൻ ഫ്യൂച്ചർ ബിഗ് ടാലന്റ് ആണ്. സോ 15 goals, അതും ഒരു പെനാൽറ്റി ഒന്നും ഇല്ലാതെ. സോ ഫോർ മീ LCM-ൽ മാർട്ടിൻ ഒഡെഗാർഡ്, ആൻഡ് RCM I'll go for Kevin De Bruyne. Again, class, pure class. And shout out is that he performed very well in Champions League semi-final. Has to mention that because I just love that player whenever he plays against Real Madrid. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലെയർ. സോ Odegaard and KDB, LCM and RCM. Nazib Ali, what's your two CMs? Go for it. മിഡ്ഫീൽഡിനെ കുറിച്ച് എനിക്കൊരു ചർച്ചയില്ല എന്ന് അറിയുന്നത്. സെയിം. പിന്നെ വേണമെങ്കിൽ മക്കലിസ്റ്ററിന്റെ സൈഡിൽ കൂടെ അതാ പറഞ്ഞത്. അടുത്ത സീസൺ മക്കലിസ്റ്റർ അല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു Enzo was okay. Enzo is okay. നല്ലൊരു പ്ലെയർ ആണ്. ഇത്രയും മോശം ടീമിൽ ജനുവരിയിൽ വന്നിട്ട് he is always like the green. And maybe even Hassel പറഞ്ഞിട്ടില്ല, but Eriksen was actually good. Eriksen was actually good. Good shout out to Eriksen as well. Eriksen with Casemiro ഒരു നല്ലൊരു സാധനമായിരുന്നു മിഡില്.
And Newcastle, Joelinton from striker to CM. Joelinton actually played Oh, okay. that was yeah, ശരിയാണ്. ആ Gundogan. ജോലിംഗ്ടൺ. അതൊരു ആരും Gundogan. എക്സ്പെക്ട് ചെയ്യാത്തൊരു ഒരു Gundogan definitely Gundogan. Gundogan, of course. Gundogan. Oh Definitely. man, ഫവാസെ Okay, ഈ season- ഫവാസെ അഭിഷേക് also പറടാ. ഈ സീസണിൽ ആരെയും മെൻഷൻ ചെയ്യാൻ അടുത്ത സീസണിൽ കിട്ടിയാലോ എന്ന് വെച്ചിട്ടാ മെക്കലിസ്റ്ററിന് നട വെച്ചേ. ആ സൈഡ് എനിക്ക് മനസ്സിലായിരുന്നു, ഞാനതല്ല വലിയ മൈൻഡിയാണെന്ന്. അഭിഷേകിന്റെതും പിന്നെ ഈ പറഞ്ഞ പോലെ ജീവൻ പറഞ്ഞ പോലെ കേട്ടോ, മാർട്ടിൻ ഒഡിഗാർഡിന്റെ അതെ, like, നോ ഡൗട്ട് I would love to include Gundogan, but Odegaard deserves his credit. Odegaard, ഞാൻ നല്ല റേറ്റ് ചെയ്യുന്ന പ്ലെയർ. ആൾക്കാർ പറയും ലൈക്ക് ഹീസ് 24, ഹീസ് ക്യാപ്റ്റൻ. ഇത് ആൾക്കാർ പറയും അവൻ നന്നല്ല, അവൻ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇവനെ ക്രിറ്റിസൈസ് ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ലൈക്ക് ഓഡെഗാർഡ് ഇസ് എ ബ്രില്യൻ പ്ലെയർ. ഞാൻ ഇവൻ റയൽ സോസിയഡാഡിലാവുമ്പോ ഐ തിങ്ക് there was a time Real Sociedad and Real Madridക്ക് പോകാൻ പറ്റില്ല. Before he joined Arsenal, there was a big link to Man City. He was really heavily linked to Man City. അപ്പൊ ആ ടൈമിൽ ശരിക്കും ഞാൻ പ്രിഫർ ചെയ്തിരുന്ന പ്ലെയർ ആയിരുന്നു മാർട്ടിൻ ഓഡെഗാർഡ്. I rate him really highly. So Okay. it's definitely Odegaard and De Bruyne. ഒഡിഗാർഡ് KDB സെയിം ആണ്. ഈ സീസണിൽ നമ്മൾ ഒഡിഗാർഡിന്റെ ടീം ഓഫ് ദ സീസണിൽ ഈ സീസണിൽ ഇറ്റ് വുഡ് ബി ക്രിമിനൽ നോട്ട് ടു ഇൻക്ലൂഡ് ഹിം. പിന്നെ ലൈക്ക് എന്റെ ഒരു ഒപ്പീനിയനിൽ ഓഡെഗാർഡ്, ഡി ബ്രൂയ്ന, ഇനിയിപ്പോ ആസ് എ ഹോണറബിൾ മെൻഷൻ ഹോണറബിൾ അല്ല, തേർഡ് ബെസ്റ്റ് എന്ന് പറയാൻ ഗുണ്ടോഗാൻ. Yeah, absolutely. I Gundo, agree with that. Gundo, രണ്ട് പ്ലേയേഴ്സ് Gundogan, കളിക്കുന്നു. ഒരു രക്ഷയില്ല. Without ഒരു Gundogan, രക്ഷയില്ല. really should perform. Haaland won't perform. Let's move on to the striker position. Very easy. Very Next. easy, man. Very easy. പക്ഷെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സി വെഗോസ്റ്റ് ഞാൻ മാർഷലിനെ എടാ ടോട്ടൻഹാമില് ഇത്രയും വൃത്തികെട്ട ഒരു ടീം കേട്ടോ, അതൊരു yes. ടോട്ടൻഹാമില് ഈ ടീമിൽ 28 ജസ്റ്റ് പ്രീമിയർ ലീഗ് ഗോൾസ് അല്ലെ, 28 28 ലീഗ് ലോൺ ഗോൾസ് മാൻ. സോ അത് ഞാനൊരു സ്റ്റാറ്റസ് കണ്ട് 28 ഗോൾസ് ഉണ്ടായിട്ട് ഹി ഈസ് നോട്ട് ഗോൾഡൻ ബൂട്ട് വിന്നർ ദിസ് സീസൺ. അതാ പറഞ്ഞു ഇഫ് എനി അതർ സീസൺ Someone better than him. അതർ സീസൺസ്. അതെ, 2000 ശേഷമുള്ള 15 അതർ സീസണിൽ ഹി വിൽ ബി ദ ഗോൾഡൻ ബൂട്ട് വിന്നർ മാൻ. കെയ്ൻ ആക്ച്വലി ഭയങ്കര ബ്രില്യൻ ആണ്. നമുക്കറിയാം ഇഫ് ഇറ്റ് വാസ് ഇൻ ഫോർ ഇഫ് വി ടേക്ക് കെയ്ൻ ആൻഡ് പുട്ട് ഹിം ടു ചെൽസി, സ്പേഴ്സിന്ന് എടുത്ത് ചെൽസിയിൽ വെക്കുവാണെങ്കിൽ ചെൽസി ആൻഡ് സ്പേഴ്സ് വുഡ് ഹാവ് സ്വാപ്പ് പൊസിഷൻസ്. ഞാൻ പറയും സ്പേഴ്സ് 12th കിടക്കും, ചെൽസി 7th or 8th കിടന്നേനെ. ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ വന്നിരുന്നത്. ബിക്കോസ് കെയ്ൻസ് ആക്ച്വലി ഓൾവേസ് ഗുഡ്, ബട്ട് വിൽ ഹാവ് ടു അപ്രീഷിയേറ്റ് ഹാലൻഡ്. ഫസ്റ്റ് സീസൺ pure talent, class talent, 50+ goals in first season. What a talent. പ്രീമിയർ ലീഗ് റെക്കോർഡ്. സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടാളെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ നോക്കിക്കണേ. ഇയാരെ കാരകറോ ഈ കാരകർ ആവാനുള്ള കൂടാ. അല്ല, നമുക്ക് ഓണറബിൾ മെൻഷനായിട്ട് പറയാമോ. ദാറ്റ് മീൻസ് ദേ ആർ സെക്കൻഡ് ബെസ്റ്റ് ടു ഇറ്റ്, റൈറ്റ്? സോ ഒബ്വിയസ്ലി അതാ ഞാൻ പറഞ്ഞേ. Kane has been brilliant. പക്ഷേ we are going for best team of the season. Best players in that each position. Best player in that position. Even 28 goal അടിച്ചിട്ടുണ്ടെങ്കിലും there is Haaland with 36 goals. That means he's better in that position. Yep. So That second makes best sense. team of the season, Kane, which is harsh, but still that's how. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന സാധനം. ഇതാ ഇഫ് എനി അതർ സീസൺ കെയ്ൻ വുഡ് ബി വുഡ് ബി ദർ ഇൻ ദാറ്റ് മറ്റേ സാധനം ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ സീസണിന്റെ ടീമിൽ ഫസ്റ്റ് ലെവലിൽ ഉണ്ടാവും. ബട്ട് ഹാളണ്ടിനെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഹാളണ്ടിന്റെ ആ പൊസിഷനിൽ വേറെ ആരും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മള് CDMൽ റോഡ്രിനെ അൺഡൗട്ടഡ്ലി റോഡ്രിനെ വെക്കുന്ന പോലെ, അല്ലെങ്കിൽ പിന്നെ റൈറ്റില് ഡിബ്രൂയ്നയും ലെഫ്റ്റിൽ ഒഡെഗാർഡിനെയൊക്കെ വെക്കുന്ന പോലെ അല്ലെ, അതിനേക്കാൾ ഉപരി വേറൊരു ചർച്ചയ്ക്ക് ആവശ്യമില്ല. അവിടെ സ്ട്രൈക്കർ ആരാന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻസർ ഇസ് ഹാലൻഡ്, ഓഫ് കോഴ്സ്. Okay. So let's move on. Everybody chooses Haaland. India special mention to Nunes. Allah. Okay, let's go. Let's go. നിങ്ങളെ കുറച്ച് സ്ട്രൈക്കേഴ്സ് ഉണ്ടായിരുന്നല്ലോ. Let's move to left wing and right wing. രണ്ടു കൂടി നമ്മൾ ചൂസ് ചെയ്യാവുന്നതാണ്. റൈറ്റ് വിങ് ഈസി ആണ് സാക്ക. അല്ല, ലെഫ്റ്റ് വിങ് വേറൊരു ഓപ്ഷൻ സാക്ക ലെഫ്റ്റ്. റൈറ്റ് വിങ് Left. Saka is right winger, right? Saka is left. But he's playing as a right winger, right? Sorry. ഞാൻ അതാ ഉദ്ദേശിച്ചത്. Yeah. അതെ, same thing. Continue അതന്നെ.
അതെ. അപ്പോ ഇഫ് ഐ ആസ്ക് ഞാനും ഒന്ന് കൺഫ്യൂസ്ഡ്. അതെ, ഹാസിലിന്റെ ലെഫ്റ്റ് വിങ്ങോ റൈറ്റ് വിങ്ങോ ആരാ? റൈറ്റ് വിങ്ങർ സാക്ക, obviously. I have no doubt on that. Tremendous. ലെഫ്റ്റ് വിങ്ങർ സമ്മതിച്ചില്ല. നമുക്ക് ആരൊക്കെ options ഉണ്ട്? Grealish. Grealish ഉണ്ട്. What more does he have to do? Stats അതെ. നോക്കുകയാണെങ്കിൽ maybe not, but you can't read അതെ. Grealish with stats. Statsന് വേണ്ടി കളിക്കുന്ന പ്ലെയർ അല്ല. അതെ, Should be ഹസാർഡിനൊക്കെ Grealish. പോയ ഹസാർഡും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഓർമ്മല്ലേ? ഹസാർഡിന് ഒരുപാട് Hazard still was a direct winger അല്ലേ? Hazard still had stats. ഉണ്ട്. 16 ഗോളൊക്കെ അടിക്കില്ല ഒരു സീസണിൽ. 16 ഗോൾ പ്രീമിയർ ലീഗ് അടിക്കില്ല. In wing. അതെ. അപ്പോ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് സോ ലെഫ്റ്റ് വിങ്ങർ ഞാൻ ഞാൻ agree ചെയ്യുന്നില്ല. Right wing പ്രവാസ- മാർട്ടിനലി. മാർട്ടിനെല്ലി, പ്രവാസ- ഞാൻ ലൈക്ക് ബുക്ക ഇപ്പം നസീബ് സാല എന്ന് പറയും. ഓക്കെ, സാലയ്ക്ക് ആക്ച്വലി ഒരു ഓണറബിൾ മെൻഷൻ ഉണ്ട്. ബിക്കോസ് സാല ബാങ് ഓക്കെ സീസൺ. ആ രണ്ട് ലിവർപൂൾ ആ ടീമിലെ രണ്ട് പ്ലേയേഴ്സ് ആണ് ആക്ച്വലി ഈ സീസൺ നല്ല കളിച്ചത്, സാല ആൻഡ് ആലിസൺ. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അല്ല ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇതുവരെ നമ്മള് സ്റ്റാറ്റസ് വെച്ച് സംസാരിച്ചുകൊണ്ട് സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ ബൊക്കായോക്കോ സാക്കിനേക്കാളും കൂടുതൽ കൂടുതൽ ഗോൾ അസിസ്റ്റ് സെയിം ആണ്, നമ്പർ ഓഫ് ഗോൾസ് കൂടുതലുള്ളത് സലാക്കാണ് പ്രീമിയർ ലീഗിൽ. അത് സത്യമാണ് കേട്ടോ. സെയിം നമ്പർ ഓഫ് അസിസ്റ്റ് ആൻഡ് മോർ നമ്പർ ഓഫ് ഗോൾസ്. അതെ അല്ല, ഞാൻ പറഞ്ഞത്. ലൈക്ക് ഞാൻ എന്റെ ഇതിൽ എടുക്കുമ്പം ഈ സീസൺ സാക്കയ്ക്കുള്ളത് 14 ഗോൾസ് 11 അസിസ്റ്റ്, സാലയ്ക്കുള്ളത് 19 ഗോൾസ് 11 അസിസ്റ്റ്. ഈ സീസണിലോട്ട് പോകുമ്പോ റൈറ്റ് വിങ്ങേഴ്സില് ലൈക്ക് സാക്ക ഇസ് ആക്ച്വലി 21. അപ്പോ 21 ഓർ യങ്ങേഴ്സില് ഏറ്റവും കൂടുതൽ ഗോൾസ് ആൻഡ് അസിസ്റ്റ് ഈ ഇൻ ലാസ്റ്റ് 5 years എടുത്തിട്ടുള്ള ഒരാള് ബുക്കായോ സാക്കയാണ്. എനിക്ക് തോന്നുന്നു 2019 സാക്ക സ്റ്റാർട്ട് ചെയ്യുമ്പം സാക്ക വാസ് പ്ലേയിങ് ലെഫ്റ്റ് ബാക്ക്. ഹി ഹാഡ് 12 അസിസ്റ്റ്. 2020 4 ഗോൾസ് ആൻഡ് 11 അസിസ്റ്റ്. 2019 12 goals and 7 assists. ഈ സീസൺ 14 goals and 11 assists. I mean, I can see a massive improvement in the guy he's playing with. And ഈ ഒരു ലാസ്റ്റ് 2 seasons സാക്കയുടെ ഒരു ഡ്രോപ്പ് ഓഫ് എന്ന് ഞാൻ പറയുന്നത് ഇറ്റ്സ് മേജർലി ബിക്കോസ് ഹിസ് നോട്ട് ഗെറ്റിംഗ് ആസ് ഹെൽപ്പ് ഫ്രം റൈറ്റ് ബാക്സ് ആക്ച്വലി. ടൊമിയാസ് വാസ് ഇഞ്ചേർഡ്, ബെൻ വൈറ്റ് വാസ് ഇഞ്ചേർഡ്. അങ്ങനെ പല ഇത് സാക്കയുടെ ഗെയിം പ്ലേക്ക് ഇത് ഉണ്ടായിട്ടുണ്ട്. സാക്ക ഹാസ് ആക്ച്വലി ഡിസേർവ്ഡ് ലൈക്ക് എവറിത്തിങ്. ഈസ് ആക്ച്വലി ദ ബെസ്റ്റ്. ഞാൻ പറഞ്ഞ ഹീസ് ആക്ച്വലി ദ ബെസ്റ്റ് ഇംഗ്ലീഷ് right winger to play actually. But Salah is actually Salah didn't had a great season, because if Salah had a great season, we are looking for like 25 or 26 goals, right? What he did last season. And you know, Bukayo Saka എന്ന് പറയുന്നത് നമ്മള് ഞാൻ പറയട്ടെ സാക്കയുടെ കരിയർ നോക്കുമ്പോ സാക്ക ഇസ് നോട്ട് എ ടോപ്പ് ഗോൾ സ്കോറർ. ആർസണൽ ഗോൾ സ്കോർ ചെയ്യുന്നത് റൈറ്റ് വിങ്ങിലൂടെ അല്ല. ആർസണൽ നോക്കുന്ന ഇപ്പം ഗോൾസ് ഓർ സ്റ്റാറ്റ്സ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ ദേ വോണ്ട് ബി ഗ്രീലിഷ് ഓൺ റൈറ്റ് സൈഡ്, റൈറ്റ്? ലൈക്ക് അബി പറഞ്ഞതുപോലെ ദേ വോണ്ട് ബി ഗ്രീലിഷ് ഓൺ റൈറ്റ് സൈഡ്. എനിക്ക് മനസ്സിലായി നസീബില് എന്തുകൊണ്ടാണ് സ്റ്റാറ്റ്സ് പറയുന്നത്. ബിക്കോസ് ദാറ്റ്സ് ഓൺലി വേ യു ക്യാൻ പുട്ട് സാല ഇൻ ദ. Salah had a bang average season, but he scored 19 goals because that's the only way Liverpool play. Liverpool goal കളി ജയിക്കണമെങ്കിൽ Salah should actually play. Nunes is actually playing on back of him. So Salah had a great season, but in team of this season, I think Saka deserves to be there. അല്ല, ഞാൻ സ്റ്റാറ്റസ് വെച്ച് പറയാനും സലാൻ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒറ്റ റീസൺ ഉള്ളൂ. യു ആർ ടോക്കിംഗ് ഓൺ സ്റ്റാറ്റ്സ് ടിൽ നൗ. അല്ല, ഞാൻ സ്റ്റാറ്റ്സ് മാത്രമേ ചെല്ലല്ലോ പറഞ്ഞ. ഈ ഫുൾ സീസൺ പറയുകയാണെങ്കിൽ KDB ആക്ച്വലി നമ്പർ ഓഫ് ഗോൾ സ്കോർ നോക്കുവാണെങ്കിൽ അതിനേക്കാളും ഗോൾ സ്കോർ ചെയ്ത മിഡ്ഫീൽഡേഴ്സ് കാണത്തില്ലേ. ബട്ട് ഐ പുട്ട് KDB there because he's actually needed for there in one touch play and chances created as well. അങ്ങനെ സംഭവം കൂടെ ഉണ്ട് ആക്ച്വലി. ആൻഡ് ബീങ് കൺസിഡേർഡ് ദാറ്റ് Saka is 21, comparing a 21-year-old to a number 5 player in Ballon d'Or list actually. So and he's actually okay this season and bang average ആണ്. So എന്റെ ചോയ്സ് ഡിസ്ക്രിപ്റ്റീവ്ലി എന്റെ ആണ്. anyone can disagree, no problem, but Saka for me is number 5 to Ballon d'Or. Salah last year or some ഇത് number 5 അല്ലായിരുന്നു Ballon d'Or ൽ വന്ന Salah definitely. So ലെഫ്റ്റ് വിങ് ആരാ ജീവന്റെ അധിക എക്സ്പ്ലനേഷൻ? ഇല്ല എന്റെ ലെഫ്റ്റ് വിങ്ങർ I'll say Grealish, but massive shout out to Martinelli because he's a joint scorer with Firmino for the number of goals scored by a Brazilian in Premier League. Stats പറയുകയാണെങ്കിൽ so yeah.
ഓക്കെ, ആസിലിന്റെ ലെഫ്റ്റ് ബാക്ക്, സോറി ലെഫ്റ്റ് വിങ്. ലെഫ്റ്റ് വിങ് ലെഫ്റ്റ് വിങ് ലെഫ്റ്റ് വിങ്ങർ ഐ വുഡ് ഗോ ഫോർ മാർട്ടിനലി. മാർട്ടിനലി. റാഷ്ഫോർഡിനെ എടുക്കണം ഞാൻ സത്യത്തില്, ബിക്കോസ് അവന്റെ ലൈഫിലെ ബെസ്റ്റ് സീസൺ ആണ് അവനുണ്ടായത്. പക്ഷെ അതിന്റെ Rashford had 2 good months. 3 months അല്ലേ? Three months. ഇൻസെയിൻ. എല്ലാ സീസണിലും റാഷ്ഫോർഡ് ഹാസ് ദാറ്റ് 2 months, 2.5 months where he's unplayable. അതിനുശേഷം he's nowhere to be seen. It's good. ആ കാര്യത്തിൽ നന്നായി പെർഫോം ചെയ്തു. ഹോൾ സീസൺ ഫുൾ ടൂർണമെന്റ് എടുക്കുമ്പോ എല്ലാ സീസണിലും 20 ഗോൾസ് ആവറേജ് ഗോൾസ് റാഷ്ഫോർഡിന് ഉണ്ടാവാറുണ്ട്. Rashford scored like 8 or 9 goals in Carabao Cup alone. So Rashford had a great. ഞാൻ പറയല്ല, if Rashford stayed injury free for a long time, Rashford would have been a great player. ഞാൻ പറയല്ല, ലാസ്റ്റ് സമ്മറില് റാഷ്ഫോർഡിനെ ലൈക്ക് ഈവൻ ഈ കോൺട്രാക്ട് റിന്യൂവൽ മുമ്പ്, ഞാൻ ഷോർട്ടാക്കി പറയാം, കോൺട്രാക്ട് റിന്യൂവലിന് മുമ്പ് സെല്ല് ചെയ്യാൻ വരെ പ്ലാൻ ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് ഐ വിൽ ടേക്ക് ഹിം അറ്റ് ആർസണൽ ബിക്കോസ് റാഷ്ഫോർഡ് ഇസ് ആക്ച്വലി എ ഗ്രേറ്റ് ടാലന്റ്. ഭയങ്കര നല്ലൊരു പേഴ്സണാലിറ്റിയും ആണ്, മോർ ദാൻ ദാറ്റ് ഒരു പ്യുവർ ടാലന്റും ആണ്. സോ ഓണറബിൾ മെൻഷൻ ടു റാഷ്ഫോർഡ്. റാഷ്ഫോർഡ് വാസ് ഗുഡ്. എന്റെ ലെഫ്റ്റ് വിങ് മാർട്ടിനലി. അഭിഷേകിന്റെതോ? അഭിഷേകിന്റെ ലെഫ്റ്റ് വിങ് ആരാ? ഗ്രീലിഷാ പറഞ്ഞത്. റൈറ്റ് വിങ് സാക്ക. എന്റേതും ലെഫ്റ്റ് വിങ് ഗ്രീലിഷ് ആണ് കേട്ടോ. ഈ സീസണിൽ ഞാൻ പിന്നെ നമ്മൾ ഇതിന്റെ മുന്നേ പറയുന്നതാണ്, ഗ്രീലിഷ് കഴിഞ്ഞ സീസണിൽ വെച്ചിട്ട് നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ സീസണിൽ ഹിയാസ് ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. പെപ്പ് എല്ലാ കളിയിലും 90 minutes ഗ്രീലിഷിനെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ there is a reason for that. അത് മാത്രം ഗ്രീലിഷ് നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കില്ലെങ്കിലും, പക്ഷേ even in Champions League, man, the guy is a bowler, we all know that. But എന്നെ സംബന്ധിച്ചോളം സ്പെഷ്യൽ മെൻഷൻ മാർട്ടിനലി. അല്ല, നമുക്കറിയാം, കാരണം ഗ്രീലിഷിന്റെ സ്റ്റാറ്റ്സ് വരാത്തതിന്റെ മെയിൻ റീസൺ സിറ്റി സ്കോറിംഗ് ഗോൾസ് ത്രൂ ദ സ്ട്രൈക്കർ. അതുകൊണ്ടാണ് സിറ്റി സ്കോർ ഗോൾ ത്രൂ ദ സ്ട്രൈക്കർ, ബട്ട് ഹി പ്ലേസ് എവറിത്തിങ് എൽസ്. ഈവൻ ആർസണൽ ഗെയിമിൽ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ഗ്രീലിഷ് ആണ്. ഹി ബ്രേക്ക് ദാറ്റ്, എന്താ പറയാ, ഒരു ഡെഡ് സൈലൻസ് ബ്രേക്ക് ചെയ്യുന്നത് എമിറേറ്റ്സിൽ ഗ്രീലിഷ് ആണ്. എന്നിട്ടാണ് സിറ്റി ആ കളി ഫുൾ കൊണ്ടുപോയത്. സോ ഒബ്വിയസ്ലി ഗ്രീലിഷ് ഡിസേർവ്സ് ടു ബി. ഗ്രീലിഷിന്റെ കാര്യത്തിൽ ഹി ഓഫേഴ്സ് കൺട്രോൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹീസ് എ മിഡ്ഫീൽഡർ ഓൺ ദ വിങ്. ഒരു മിഡ്ഫീൽഡർ, നമ്പർ 8 മിഡ്ഫീൽഡർ എന്ത് ചെയ്യണോ ആ കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് വിങ്ങിൽ ചെയ്യാണ് ഗ്രീലിഷിന്റെ പണി. ബോൾ ക്യാരിയിങ്, ബോൾ പൊസിഷൻ, ഫൗൾസ് വിൻ ചെയ്യുക, അതുപോലെ ഡിഫൻഡേഴ്സിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുക, ഗുണ്ടുകാരന്റെ സ്പേസ് ഉണ്ടാക്കുക, അതേപോലെ ഹാലൻഡിന്റെ സ്പേസ് ഉണ്ടാക്കുക. ഇത് ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് ഇതിന് സ്റ്റാറ്റ്സ് ഉണ്ടാക്കാനില്ല. ദാറ്റ്സ് എ പ്രോബ്ലം. ബട്ട് വി കാൻറ്റ് മേക്ക് സ്റ്റാറ്റ്സ് ഫോർ ദിസ്. ഐ ടെസ്റ്റ് ആണ് അത്. പിന്നെ എനിക്ക് മാർട്ടിനലിന്റെ കേസ് എനിക്ക് പറയാനുള്ള, ഐ റേറ്റ് മാർട്ടിനലി ഓവർ സാക്ക. എന്താ അറിയില്ല എനിക്ക്, ബിക്കോസ് ചിലപ്പോൾ ഒരു ബ്രസീലിയൻ സംഭവമാണോന്ന് അറിയില്ല. എനിക്കൊരു ബ്രസീലിയൻസിനോട് പ്രത്യേക ഒരു താല്പര്യമുള്ള ആളാണ് ഞാൻ. ഈവൻ ദോ ഞാനൊരു അർജന്റീന ഫാൻ ആണെങ്കിൽ കൂടിയിട്ട് ഒരു ഫ്ലെയർ ഉണ്ടല്ലോ, ഒരു ഫ്ലെക്സിബിലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാർട്ടിനലി എനിക്ക് ഓർമ്മയുണ്ട് ചെൽസിനോടൊക്കെ അടിച്ചൊരു ഗോളൊക്കെ ഉണ്ട്. അത്രയും കമ്പോഷർ, അത്രയും വെരി വെരി യങ് ഏജിൽ അത്രയും കമ്പോഷറും. അതെ, I rate him over Saka, സത്യം പറയുകയാണെങ്കിൽ. മാർട്ടിനലി ഐ തിങ്ക് ഹി ഹാസ് ആളുടെ മെയിൻ ക്വാളിറ്റി ഇത്ര നല്ല പ്ലെയർ ആവാൻ ഹീസ് റിയലി ക്വിക്ക്. ടേക്ക് അവേ ഹിസ് പേസ് മേ ബി ഇത്ര നന്നാവില്ല, ബട്ട് വിത്ത് സാക്ക ഹി ക്യാൻ ഡു ബോത്ത്. ഏതൊരു സിറ്റുവേഷനിലും ഈവൻ പേസ് ആണെങ്കിൽ ഹി ഹാസ് ഓക്കെ പേസ്. വിത്തൗട്ട് ദാറ്റ് ടു അത് ഐ തിങ്ക് ഹീസ് പെർഫെക്റ്റ് വിങ്ങർ ആണ്. നന്നായി ഇംപ്രൂവ് ചെയ്തോളൂ. ഓക്കെ, അപ്പോ നമ്മള് സത്യം പറഞ്ഞാല് എല്ലാ പൊസിഷനും കവർ ചെയ്തിട്ടുണ്ട്. മാനേജർ അത് അതിന്റെ ആവശ്യമുണ്ടല്ലേ? ഓക്കെ, സോ definitely it's not Potter or Lampard, so go for it guys. Asle possible treble winner. പെപ്പ് ജീനിയസ് ഗോർഡിയോള. അല്ല, ഞാൻ പറയട്ടെ, പെപ്പ് ഗോർഡിയോള എക്സെപ്റ്റ് പെപ്പ് ഗോർഡിയോള എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു മാനേജർ ലിസ്റ്റ് ഇട്ടാലോ? വാട്ട് യു തിങ്ക്? ഞാൻ അതിനോട് യോജിക്കുന്നു. നമ്മളിപ്പോ എന്തായാലും അടുത്ത സീസൺ തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാനുള്ള സിറ്റിനോട് ആരാ കോമ്പീറ്റ് ചെയ്യുന്നത്? എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് ആസിൽ ആർട്ടേറ്റ എന്ന് പറഞ്ഞൊന്ന് കേൾക്കണം. അല്ല, ഞാൻ എന്റെ മാനേജർ ഓഫ് ദ സീസൺ ഐ വിൽ ഗോ ഫോർ റോബർട്ടോ ഡി സെർബി. ഓക്കെ ഗൈസ്, പിന്നെ എന്താ പറയാ, നിങ്ങള് ചർച്ച ചെയ്തോളൂ. മാനേജർ ആണെങ്കിൽ 4 ആളും കൂടി അങ്ങോട്ടും കൂടി ചർച്ച ചെയ്യും. ഞാൻ ഇവിടെ ഉണ്ട്, എനിക്ക് കുറച്ചൊരു കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. യു ഗോ ഫോർ ഇറ്റ്.
talking. Yeah. I think Deserby is a really good shot. ആ പോട്ടത് വന്നതിന് ശേഷം ആള് വന്ന് ഉണ്ടാക്കിയ ഇമ്പാക്ട്. ഐ തിങ്ക് ഇന്നിപ്പോ പെപ് ഗാർഡിയോളയുടെ കോട്ട് ഉണ്ടായിരുന്നു, ആൾക്കാർ പറയേണ്ടത് ഗ്യാസ് യെസ് ലൈറ്റിംഗ് ഞാനത് ആണ്. കണ്ട് ഞാൻ കേട്ടോ, ഞാൻ അത് കണ്ട. പക്ഷേ ഐ തിങ്ക് ഏത് മാച്ചിന് ശേഷമാണ് ആഴ്സണലിന്റെ ഒപ്പം ഐ തിങ്ക് ബ്രൈറ്റൺ ജയിച്ചതിന് ശേഷം ടീം ഡിന്നറിന് ഐ തിങ്ക് പെപ് ഗാർഡിയോളനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു തോന്നുന്നു ഡിസർബി. ഐ തിങ്ക് സോ. അതാണോ അതിന് മുന്നേ ആണോ എന്ന് എനിക്കറിയില്ല. സോ അതിലൊക്കെ പെപ് ഗാർഡിയോള പറഞ്ഞത് ഐ വിൽ ഗോ ത്രൂ ഫീൽഡ് ഓഫ് ഫയർ ഫോർ ഡിസർബി എന്നൊക്കെ ബ്രൈറ്റൺ പ്ലേയേഴ്സിനോട് പറഞ്ഞിരുന്നു. സോ ഐ തിങ്ക് ഡിസർബി ഡിസേർവ്സ് ദ ക്രെഡിറ്റ്. ബട്ട് നമുക്ക് ആർട്ടറ്റേനെ അങ്ങനെ കളയാൻ പറ്റില്ല. ലൈക്ക് ഹീസ് ഡൺ ബ്രില്യൻലി എക്സെപ്റ്റ് ഫോർ ദ ഫൈനൽ 4-5-6 ഗെയിംസ്. സോ ആ ഫൈനൽ സാധനം ആർട്ടേറ്റയുടെ പ്രശ്നമില്ല, അത് ആർസണലിന്റെ ഒരു അതെ, ലൈക്ക് റീസെന്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു സീനാണ്. ബിഫോർ ആർട്ടേറ്റ ആണെങ്കിലും ബട്ട് ആർട്ടേറ്റ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ മേ ബി യെസ് പാളിയിട്ടുണ്ട്. അതൊരു പ്രശ്നം. ട്രോസാർഡിനെ സബ് ചെയ്ത് ഐ തിങ്ക് അഗെയിൻസ്റ്റ് സിറ്റി he could have been come on earlier. അല്ല പിന്നെ ആ ഒരു സാധനത്തില് ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്, പിന്നെ ലാക്ക് ഓഫ് ടീം ഡെപ്തും കൂടിയാണ് അതിൽ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തത്. അതായത് പാർട്ടേറ്റക്ക് പകരം ഇറക്കുക, ആ ഫസ്റ്റ് ലെവനിൽ ഒരു 3 ഇഞ്ചുറി 2 ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു ആർസണല്. അതാണ് സംഭവിച്ചത് ഈ സീസണിലും. കാരണം അവിടെ ഒരു ക്വാളിറ്റി ഡെപ്ത് അല്ലെങ്കിൽ ഒരു ബെഞ്ച് ക്വാളിറ്റി ഇല്ലാത്തതിന്റെ ഒരു സാധനമാണ് ആർട്ടേറ്റ അവിടെ ശരിക്കും ഈ സീസണിൽ അനുഭവിച്ചത്. ക്ലിയർ ആയില്ലടാ, കട്ടായി പോയി. എന്റെ ആണോ? ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഈ വിത്ത് ദിസ് ഡെപ്ത് ഇല്ല ഒബ്വിയസ്ലി. അത് വെച്ചിട്ട് he was top of the league for like I think 247 days. Yeah. ഈ 247 days ദിവസം മണിക്കൂർ. അതാണ്. ഇതിപ്പോ ആഴ്സണലിലെ ആൾക്കാർ ട്രോൾ ചെയ്യേണ്ട 247 days you are on top and you still bottled. അത് പറയാൻ പറ്റില്ല, കാരണം there was literally 2 months 3 months വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ഗെയിം വീക്ക് നോക്കുകയാണെങ്കിൽ മേ ബി ഐ തിങ്ക് 30 ഗെയിം വീക്സ് that's still impressive. അപ്പോ 30 game weeks is really impressive. അതെ അതെ. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അർട്ടേറ്റ ആക്ച്വലി ഐ ന്യൂ ലൈക്ക് ഇപ്പൊ അർട്ടേറ്റ ഔട്ട് വിളിച്ച സമയം തൊട്ട് I was the guy who backed Arteta. എനിക്കറിയായിരുന്നു this guy had talent in him, and the major reason was he never had backup or quality players at Arsenal. ഒന്ന് ആലോചിച്ച് നോക്കണം, വന്ന് 6 months ഒബമയാങ് ആൻഡ് നിക്കോളസ് പെപ്പെ വെച്ചാണ് ആർസണൽ FA കപ്പ് അടിച്ചത്. ദാറ്റ് ടു വിത്ത് അഗൈൻസ്റ്റ് സിറ്റി ആൻഡ് ചെൽസി ഒബ്വിയസ്ലി. ആൻഡ് അത് കഴിഞ്ഞിട്ട് he cleared out a lot of players who had the attitude issue. അപ്പൊ അതിൽ നല്ലൊരു എന്താ പറയാ, ഈ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടന്നിട്ട് he started with the youngest squad in the league, maybe second youngest squad in the league ആണെന്ന് തോന്നുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ അർട്ടേറ്റ massively done a great job. For me, he done a great job till bar. And Eddie Howe എന്ന് പറഞ്ഞാൽ Eddie Howe actually done a massive job. ഞാൻ പറയല്ലോ, some of the defensive എന്താ പറയാ tactics that he have put through towards the game, എനിക്ക് തോന്നുന്നു അതൊക്കെ സിമിയോണിയുടെ അടുത്തുനിന്ന് പഠിച്ചതായിരിക്കും. സോ Eddie Howe deserves to be there. എന്റെ പേഴ്സണൽ ഷൗട്ട് ഔട്ട് or manager of the season will be Gary O'Neill from Bournemouth. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആക്ച്വലി. ഡെഫിനറ്റ്ലി, കാരണം എല്ലാവരും റെലഗേറ്റഡ് ആവുന്ന പറഞ്ഞൊരു ടീമായിരുന്നു ബോർഡ്മൗത്ത് ആക്ച്വലി. സ്കോട്ട് പാർക്കർ, അതായത് ഫുൾഹാമിന്റെ എക്സ് ഫുൾഹാമിന്റെ ബോസ് ബോർഡ്മൗത്ത് വിട്ടു പോകുമ്പോ പറഞ്ഞത് ദിസ് ടീം ഈസ് ഗോണ ഗെറ്റ് റെലഗേറ്റഡ് എന്ന്. ഒരാൾ ഇട്ടിട്ട് പോയ ടീമായിരുന്നു ബോർഡ്മൗത്ത്. ഗാരി ഒനീൽ നെവർ വർക്ക്ഡ് ഇൻ കോച്ചിങ് സ്റ്റാഫ് ബിഫോർ. ആദ്യമായിട്ട് എടുക്കുന്ന ഒരു ജോബ്. They had 0 transfers in January. എനിക്ക് തോന്നുന്നു 2 ഫ്രീ ട്രാൻസ്ഫേഴ്സ് ആൻഡ് ടാവർണിയർ ഉണ്ടായിരുന്നു. അതല്ലാതെ വേറെ ആരും ആ ടീമിലോട്ട് വന്നില്ല. വിത്ത് ദാറ്റ് പ്ലെയേഴ്സ്, സോളങ്കി ഇല്ലെങ്കിൽ അവരുടെ മിഡ്ഫീൽഡില് സാം ബില്ലിങ്സ്, ഇവരെയൊക്കെ വെച്ചിട്ട് they are at 14th position above West Ham, Bournemouth actually. So for me, from 20th to 14th easy ആയിട്ട് പ്രീമിയർ ലീഗിൽ സ്റ്റേ അവർ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ദാറ്റ് ഡിസേർവ്സ് എ മാസീവ് ഷൗട്ട് ഔട്ട്. ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഇഫ് ഇതൊരു 10th ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് 10th ഇഫ് ഹി വാസ് ഗോയിങ് ടു 4th പൊസിഷൻ നമ്മളെല്ലാരും പുള്ളിനെ റേറ്റ് ചെയ്തിരുന്നേനെ. സോ അങ്ങനെ ഒരു പൊസിഷൻ പോലെ എനിക്ക് തോന്നുന്നു. ഫ്രം 20th to 14 they took that journey with him without backing a manager, without funding process they backed him. So എനിക്ക് തോന്നുന്നു Gary O'Neill is actually done a great job. Pep Guardiola obviously എനിക്കിപ്പോ റേറ്റ് ചെയ്യണ്ട, ബിക്കോസ് ഐ വാണ്ട് ഹിം ടു സീ ദാറ്റ് അറ്റ് UCL ഫൈനൽ അവർ ആ ട്രബിൾ അടിക്കുന്ന എനിക്ക് കാണണമെന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഐ എം നോട്ട് റേറ്റിംഗ് പെപ്പ് റൈറ്റ് നൗ. അതർ ദാൻ ദാറ്റ് ഐ വിൽ റേറ്റ് Gary O'Neill.
ഇതില് വേറൊരു മാനേജറും കൂടി നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഗുഡ് ഈവനിങ് ഡെഫിനറ്റ്ലി ആ ഒരു ടീമിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, താഴെ കിടന്നിടത്തുനിന്ന് എടുത്തു കൊണ്ടുവന്ന ആ ഒരു മാച്ച് വിന്നിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കേറിയൊരു വരവുണ്ടായിരുന്നല്ലോ അവരുടെ. അതെ. ആൻഡ് ഞാൻ പറയാം, ഒരു പരിധി വരെ ടെൻ ഹാഗ് ഡിസേർവ്സ് ടു ബി ലൈക്ക് എന്താ പറയുക, ടോപ്പ് 10 വരുന്ന ഒരു മാനേജർ ആണ് പുള്ളി ഇപ്പം കറന്റ്ലി സ്റ്റാൻഡ്സ്. ഹി ഡിഡ് ഓക്കെ, ദേ ഹാഡ് എ ഗുഡ് ട്രാൻസ്ഫർ വിൻഡോ, ദേ സ്പെൻഡ് ക്വൈറ്റ് ഫ്യൂ മണി ആൻഡ് ഹി വൺ എ കർബോ കപ്പ് വിച്ച് ഈസ് ആക്ച്വലി നെസസറി. ഇപ്പൊ ഒരു ട്രാൻസിഷനിലൂടെ പോകുമ്പോൾ ഒരു ക്ലബിന് ആക്ച്വലി വേണ്ടത് പിടിച്ചു നിൽക്കാൻ ഒരു സംഭവമാണ്. അർട്ടേറ്റ വൺ ദാറ്റ് എഫ് എ കപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അതായിരുന്നു ആർസണലിന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ്. ആൻഡ് ടെൻ ഹാഗ് ഷോഡ് ദാറ്റ് ദേ ക്യാൻ ഡു സംതിങ് വിത്ത് ഡൊമസ്റ്റിക് ഡബിളിനുള്ള ഒരു ചാൻസ് ഇപ്പോഴും ഉണ്ട് ടെൻ ഹാഗിന്. അതെ ഇപ്പോഴും ഉണ്ട്. ദേ ക്യാൻ ഡു ആക്ച്വലി എഫ് എ കപ്പ് ഫൈനലിൽ അവർ ഇപ്പോഴും ഉണ്ട്. സോ ടെൻ ഹാഗ് ആക്ച്വലി ഹി ഡിഡ് ഡീസെന്റ് ഫോർ എ ഫസ്റ്റ് സീസൺ ആക്ച്വലി. അതും ബാക്കിംഗ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും ഹി സ്പ്ലാഷ് ലൈക്ക് 300 million സംതിങ്. ബട്ട് സ്റ്റിൽ ടെൻ ഹാഗ് ഡിഡ് എ ഗുഡ് ജോബ് ഇൻ മാൻ യുണൈറ്റഡ്. ബട്ട് ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഒരു ടോപ്പ് 4 പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്യാരി ഒനീൽ, എഡി ഹൗ / മിക്കേൽ അർട്ടേറ്റ, ഡിസേർബി. ഇവരായിരിക്കും എന്റെ ടോപ്പ് 3. പെപ് ഗാർഡിയോള ഈസ് എബോവ് എവരിവൺ, ബട്ട് പെപ് ഗാർഡിയോള ഈസ് Pep Guardiola is above everyone, but I don't want to rate him right now because I want to see that trouble happening. So അല്ല, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ഗാർഡിയോളനെ മാറ്റി ബാക്കി 19 പേര് വെച്ചിട്ടല്ലേ? അതെ ലൈക്ക് ഗാർഡിയോളനെ റേറ്റ് ചെയ്യല്ല, ലൈക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ഒബ്വിയസ്ലി, ബട്ട് ആളെ ഈ സീസൺ ചെയ്തത് ഹീസ് നെവർ ഡൺ ദാറ്റ് ഇൻ എനി സിറ്റി പ്രീവിയസ് സീസൺ. അതെ or even for Bayern or Barca, even for Bayern or Barca. We started the discussion apart from അതെ this guy. ബാക്കി 19 പേരിലെ ഡിസ്കഷനേ ഉള്ളൂ. ആള് മാറ്റി വെച്ചിരിക്കുക, അല്ലാണ്ട് ആളെ റേറ്റ് ചെയ്യുന്നില്ല എന്നല്ല. ആളെ നമ്മളിപ്പോ തൽക്കാലം റേറ്റ് ചെയ്യുന്നില്ല, മനസ്സിലായോ? മാറ്റി വെച്ച മുകളിൽ മാറ്റി വെച്ചതാണ്. അപ്പൊ നസീബിന്റെ മറ്റേ നസീബ് ചൂസ് ചെയ്ത ആ ബെസ്റ്റ് മാനേജർ ഒന്ന് പറഞ്ഞ, അല്ലെ ജസ്റ്റ് ഒരാളെ പേര് മാത്രം പറഞ്ഞാൽ പറ്റും, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്റെ ഞാൻ 2 ആളെ പറയാം. 3 ആള്. 1 ഇയാള് ഡിസേർബി, 2 എഡി ഹൗ, 3 ഉനായി എമറി. ഓക്കെ. പിന്നെ ആർട്ടേറ്റ ഡെഫിനറ്റ്ലി അവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് ഈ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ടീംസിനെ കൊണ്ടുവന്നതിന്റെ ഒരു സാധനത്തിലും ആർട്ടേറ്റ ഒബ്വിയസ്ലി ഡിസേർവ്സ് എ ഷൗട്ട്. കാരണം ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട്, ഈ ഒരു മിനിമം ടീമിനെ വെച്ചിട്ട്, യങ് ടീമിനെ വെച്ചിട്ട്, ഹി വാസ് ദേർ കോമ്പീറ്റിംഗ് ഫോർ ദ ടൈറ്റിൽ. ഹാസിലിന്റെ പിന്നെ ബെസ്റ്റ് മാനേജർ ആരാണ്? ജീവന്റെ ഞാൻ കേട്ടു, നസീബിന്റെ ഞാൻ കേട്ടു. എന്റെ ഫസ്റ്റ് ചോയ്സ്, നമ്മളിപ്പോ എക്സെപ്റ്റ് വെപ്പ് ആണല്ലോ പറയുന്നത്, ഫസ്റ്റ് ചോയ്സ് ഞാൻ പോകുന്നത് ഡിസേർബിയാണ്. ഡിസേർബിയിൽ ഞാൻ പോവാൻ കാരണം എന്താന്ന് വെച്ചാൽ, എല്ലാ മാനേജേഴ്സും ഒരു പുതിയ, എസ്പെഷ്യലി ദിസ് ഗൈസ് കെയിം ഓൺ ഹാഫ് ഓഫ് എ സീസൺ, എന്നിട്ട് ഒരു ബേസ്മെന്റിൽ തുടങ്ങാതെ ഹീസ് അഡമന്റ് ടു ഹിസ് സ്ട്രാറ്റജി, റൈറ്റ്? ഏത് ക്ലബിനെതിരെ, ബിഗ് 6 ആണെങ്കിലും ഏത് ക്ലബിനെതിരെ കളിക്കുകയാണെങ്കിലും, ഈവൻ അവർ ലൂസ് ആവുകയാണെങ്കിലും, ദേ ആർ അഡമന്റ് ടു ദെയർ strategy, like building from the back. It's really impressed with it. See, building from the back എന്ന് പറയുന്നത്, ഞാൻ എഡിഹാവിന്റെ അടുത്ത് റോബർട്ടോ ഡിസേർബിന്റെ മേലെ എഡിഹാവിന്റെ അടുത്ത് പോകാത്തത് എന്താന്ന് വെച്ചാൽ, എഡിഹാവിന്റെ ദിസ് ഈസ് ഒരു ഫിസിക്കാലിറ്റി ഉള്ള ടീമാണല്ലോ ന്യൂകാസിൽ, അല്ലെ? ഒരു ഹൈലി ഫിസിക്കലി ആയിട്ടുള്ള ടീമാണ് ന്യൂകാസിൽ. അത് നമ്മൾ കൺസേൺ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബട്ട് ദിസ് ടീം ദേ റിയലി പ്ലേയിങ് വെരി ഗുഡ് ഫുട്ബോൾ. ഭയങ്കര എൻജോയബിൾ ഫുട്ബോൾ ആണ് ഡിസേർബിന്റെ ബ്രൈറ്റൺ. നമുക്ക് ഏത് ടീമിനെതിരെ കളിക്കുകയാണെങ്കിലും ഡിസേർബിന്റെ ബ്രൈറ്റൺ നമുക്ക് വരുന്നത്. അതാണ് പെപ്പ് പറഞ്ഞത്, ഹി ഈസ് സച്ച് ആൻ ഇൻഫ്ലുവൻഷ്യൽ മാനേജർ ഇൻ ദി വേൾഡ് റൈറ്റ് നൗ. ഒരു മാനേജർ അത്ര ഇൻഫ്ലുവൻഷ്യൽ ആകാനുള്ള കാരണം, അതെ അതിന്റെ കാരണം അതാണ്. ഒരു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ടീമിൽ ഷോർട്ട് പീരിയഡിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു മാനേജറിനെ അത് കഴിയുള്ളൂ. അതെ, സത്യം. പിന്നെ അഭിഷേകിന്റെ ടോപ്പ് 3 എക്സെപ്റ്റ് പെപ്പ് ആരാണ്? ആർട്ടേറ്റ, ഡിസേർബി ആൻഡ് ഗാരി ഒനീൽ with an honorable mention for Eddie Howe. Yeah, that's a good shout. ബോണിമോത്തിന്റെ ഗാരിനോയിൽ absolutely ഒരു ഗുഡ് ഷൗട്ട് ആണ്. റെലഗേറ്റഡ് കമന്റ്സിൽ ഒരുപാട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്.
ഉണ്ട് സത്യം. എന്ത് ചെയ്യും നിങ്ങൾ അതെ കണ്ടിന്യൂ അതെ ചെയ്യണമെങ്കിൽ ഒന്നും കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾക്ക് എൻഡ് ചെയ്യുകയാണെങ്കിൽ ഇല്ല ഇല്ല നമ്മള് കണ്ടിന്യൂ 1 hour വൺ അവർ മുകളിലായിട്ടുണ്ട്. ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചാണ്. ആരും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുന്ന ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുത്. എല്ലാം കൂടി എടാ നമുക്കൊരു കാര്യം ചെയ്യാം. പറ്റാത്തതുകൊണ്ടാണ്. നെക്സ്റ്റ് വീക്ക് നമുക്ക് ഒരു ഓഡിയൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം എന്തെങ്കിലും ചെയ്യാം. കാരണം ഇന്ന് നമുക്ക് അതിനുള്ള ടൈമേ കിട്ടിയില്ല. നമ്മള് അതെ ഒന്നാമത് 1 hour ഇതാവുകയും ചെയ്ത്. അത് ഞാൻ നമ്മൾ മുന്നോട്ട് വിചാരിക്കുന്നുണ്ട്. ഫ്രീ ആവുന്ന ആളുകൾ ജസ്റ്റ് ഇപ്പൊ ഒരുപാട് കമന്റ് സെക്ഷൻ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഫ്രീ ആവുന്ന രണ്ടാളാണെങ്കിൽ രണ്ടാളെ വെച്ചിട്ട് അപ്പൊ നമ്മൾ മുന്നോട്ട് എന്തായാലും നിങ്ങൾ കൺസിഡർ ചെയ്യട്ടോ. ഒന്നും വിചാരിക്കരുത്, സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പോ അതേപോലെ ഫവാസ് വി ക്യാൻ ആഡ് സം പോൾസ് ആൻഡ് സ്റ്റഫ്. പോളൊക്കെ ഇടാൻ പറ്റും യൂട്യൂബില്. ഓക്കെ, അതെ നമുക്ക് ചെയ്യാം. അത് നമുക്ക് നോക്കാം ചെയ്യാം. നമ്മൾ സീസൺ കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. നമുക്ക് ഈ പോസ്റ്റ് മാച്ചും പ്രീ മാച്ചും ഒന്നും ഇല്ലല്ലോ സീസൺ കഴിഞ്ഞാൽ പിന്നെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ എടാ ഈ ലാസ്റ്റ് മാച്ച് സൺഡേ ആണോ സാറ്റർഡേ ആണോ? സാറ്റർഡേ ആണെന്ന് തോന്നുന്നുണ്ട്. 27th സൺഡേ 28th ഓക്കെ. എത്ര മാസം കഴിയണോ പ്രീമിയർ ലീഗ്? കുറെ ഒന്നും കഴിയണ്ട, 2 മാസം കഴിഞ്ഞാൽ മതി. അതൊക്കെ പെട്ടെന്ന് 2 മാസം കഴിഞ്ഞാൽ എങ്ങനെ? അത് മെയ് ആണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് തുടങ്ങുക. പ്രീ സീസൺ തുടങ്ങൂല അതിന്റെ അടുക്ക്. ഓഗസ്റ്റിൽ തുടങ്ങും. Okay, guys. So we have to wind up. I'll go for Eddie Howe as the manager of the season for me. I'll go for him because for me, he overachieved. Newcastle top 4 എത്തുന്ന ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ടോപ്പ് 4 എത്തുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഈവൻ ദോ വി ഓൾ നോ ദാറ്റ് ലിവർപൂൾ ആൻഡ് ചെൽസി സ്ട്രഗിൾ, ബട്ട് സ്റ്റിൽ ആ ഒരു കൺസിസ്റ്റൻസിയും ആ ഒരു ടീമും കഴിഞ്ഞ കൊല്ലം എഡി ഹാവ് എനിക്ക് തോന്നുന്നു ഒരു അറൌണ്ട് ഹാഫ് ഓഫ് ദ സീസണോ അല്ലെങ്കിൽ ഒരു നവംബർ സമയത്താണ് വന്നത്. ആ വന്ന സമയത്ത് ന്യൂകാസിലിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ വാച്ച് ചെയ്യുന്ന ഒരു ടീമായിരുന്നു അന്നൊക്കെ. എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഒരുപാട് ഡ്രോസും നില്ലും 1-1 ഒക്കെ ആയിട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെയോ റിലേഗേഷൻ ഒഴിവാക്കിയ ഒരു ടീമാണ്. ആ ടീമിനെ കൺവിൻസിംഗ്ലി ഹി മാനേജ് ടു ഫിനിഷ് ഇൻ ടോപ്പ് 4 അല്ലെ ടോപ്പ് 3 എന്ന് വേണമെങ്കിൽ പറയാം. 6 stands ഒരു 1 game ബാക്കി നിർത്തിയപ്പോൾ ഐ ഗോ ഫോർ ഹിം ആസ് ദ മാനേജർ ഓഫ് ദ സീസൺ. ഒബ്വിയസ്ലി സ്പെഷ്യൽ മെൻഷൻ ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. ഡെസർബിയും ഈ പറയുന്ന ഇവൻ ഉനായ് എംറി, ഈ പറയുന്ന ബോണിമോത്ത്. അതെ. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു എവ്രി വൺ, താങ്ക് യു അഭിഷേക്, താങ്ക് യു നസീബ്, താങ്ക് യു ജീവൻ, താങ്ക് യു ഹാസിൽ, താങ്ക് യു എവ്രി വൺ. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കമന്റ്സിൽ. ആരും ഒന്നും വിചാരിക്കരുത്, നമ്മൾ ടൈമിന്റെ ഒരു വിഷയം കൊണ്ടാണ്. എല്ലാവരും നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട് 1 hourന്റെ ഉള്ളിൽ തീർക്കണം അല്ലെങ്കിൽ 45 minutes തീർക്കണം. പക്ഷെ നമ്മൾ 3-4 ആളെ വെച്ച് നമ്മൾ സംസാരിക്കാനിരിക്കുമ്പോൾ ഒരു പോഡ്കാസ്റ്റ് പോലെ ചെയ്യുമ്പോൾ ഇതാണ് പ്രശ്നം, ഓവർ ടൈം എടുത്തു പോകുന്നതാണ്. അപ്പം എല്ലാവരെയും മുന്നോട്ട് പരിഗണിക്കും. we need your support actually. Thank you everyone. Please subscribe, like. യൂട്യൂബിൽ ലൈക്ക് ചെയ്യട്ടെ എല്ലാവരും. യൂട്യൂബിൽ ലൈക്ക് വളരെ കുറവാകുമ്പോൾ കിട്ടില്ല. നമ്മളെ ലൈവിൽ തന്നെ 40-45 ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു എവരി വൺ ഗൈസ്. വൺസ് അഗെയിൻ ഗുഡ് നൈറ്റ്.